ഇന്ന് നമ്മുടെ ഡിസ്കഷൻ വേണ്ടി എടുത്തിരിക്കുന്ന നമ്മുടെ കെമിസ്ട്രിയുടെ +1 ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മുടെ +1 ടോപ്പിക്സ് അറിയാം. നമ്മുടെ കെമിസ്ട്രിയിൽ കുറേയധികം ചാപ്റ്റർ ഉണ്ട്. നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ എല്ലാ ഏരിയയിൽ നിന്നുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയുള്ള ഒരു 2 മണിക്കൂർ നേരം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പഠനമൊക്കെ നന്നായിട്ട് വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് സീസൺ 1 ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സീസൺ 2 കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പല സെക്ഷൻസ് ആയിട്ട് +1, +2 അതുപോലെ തന്നെ പല ചാപ്റ്റർ വൈസും ഒക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓൾ ടോപ്പിക്കുകൾ പുറകെ വരാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കെമിസ്ട്രിയുടെ +1 ടോപ്പിക്സ് ആണ് എടുത്തിരിക്കുക. നമുക്ക് കെമിസ്ട്രിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് JEE മെയിനിലും JEE അഡ്വാൻസിലൊക്കെ ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രി തന്നെയാണ്. കാരണം ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. എന്നാലും അത്യാവശ്യം കണ്ടന്റ് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റൂ. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കെമിസ്ട്രി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ +1 എല്ലാ ചാപ്റ്ററുകളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1. അത് നമ്മുടെ ബേസിക് കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ബേസിക് കൺസെപ്റ്റിൽ നമ്മൾ സംസാരിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് മാസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ് ഇൻ ഗ്രാം വുഡ് ബി ഇനഫ് ടു പ്രൊഡ്യൂസ് 14.35 ഗ്രാം ഓഫ് AgCl. അറ്റോമിക് മാസ് ഓഫ് കാൽഷ്യം 40 തന്നിട്ടുണ്ട്, സിൽവർ 108 തന്നിട്ടുണ്ട്. വാട്ട് മാസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ് ഇൻ ഗ്രാം വുഡ് ബി ഇനഫ് ടു പ്രൊഡ്യൂസ് 14.35 ഗ്രാം ഓഫ് AgCl എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളുടെ ഈ കാൽഷ്യം ക്ലോറൈഡ് ആണ്. കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് CaCl2 ആണല്ലോ. കാൽഷ്യം ക്ലോറൈഡ് CaCl2 ആണ്. CaCl2 ഡയറക്റ്റ് AgCl എന്തായാലും തരാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് മറ്റാരെങ്കിലുമായിട്ട് റിയാക്ഷൻസിൽ പങ്കെടുത്തെങ്കിൽ മാത്രമേ അതിനെ AgCl തരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് AgNO3 പോലുള്ള ഒരാളെ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ AgCl കിട്ടാം. കാരണം ഇവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CaNO3 ടോയ്സ് എന്ന് പറയുന്ന കാൽഷ്യം നൈട്രേറ്റ് കിട്ടും. അതുപോലെ തന്നെ AgCl നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു റിയാക്ഷനാണ്, AgCl തരാൻ പറ്റുന്ന റിയാക്ഷനാണ്. CaCl2 ഉപയോഗിച്ചുകൊണ്ട് AgCl പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റിയാക്ഷനാണ് ഈ റിയാക്ഷൻ എന്ന് പറയുക. കാൽഷ്യം ക്ലോറൈഡ് സിൽവർ നൈട്രേറ്റ് AgNO3 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ AgCl പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കാൽഷ്യം ക്ലോറൈഡിൽ നിന്ന് AgCl ആണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും കാൽഷ്യം ക്ലോറൈഡിനെ AgNO3 പോലുള്ള റിയാക്ടന്റുകൾ ഉപയോഗിച്ച് റിയാക്ട് ചെയ്യിച്ച് നമുക്ക് AgCl ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഇനി ഈ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2AgNO3 എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2AgCl കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നോക്കുന്ന സമയത്ത് 1 മോള് CaCl2 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മോള് AgCl ഫോം ചെയ്യും. 1 മോള് CaCl2 റിയാക്ട് ചെയ്താൽ 2 മോള് AgCl ഫോം ചെയ്യും. ഈ 1 മോള് CaCl2 വെയിറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗിവൺ മാസ് ആണല്ലോ നമ്മൾ ഈ ഗ്രാം കിലോഗ്രാമിലൊക്കെ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗിവൺ മാസ് കിട്ടാൻ ഈ നമ്പർ ഓഫ് മോൾ മോളാർ മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് മോൾ ഇൻറ്റു മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഇവിടെ നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞാൽ CaCl2 എടുത്തിരിക്കുന്നത് 1 മോളാണ്. 1 മോളിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റ് തന്നെയാണ്. ഇതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് 111 ആണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 111 ഗ്രാം ഇവിടെ കാണപ്പെടും. 111 ഗ്രാം ആണ് CaCl2 ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുക. ഇത് AgCl ആണ്. നമുക്ക് AgCl കേസിൽ വരുമ്പോഴും ഇതേ സെയിം ഇക്വേഷൻസ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര ഗ്രാം AgCl ഉണ്ടായി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള മാർഗ്ഗം ഇത് തന്നെയാണ്. നമ്പർ ഓഫ് മോളിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. നമ്പർ ഓഫ് മോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗിവൺ മാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് മോൾ ഇൻറ്റു മോളിക്കുലാർ മാസ് ചെയ്താൽ മതി. ഇവിടെ നമ്പർ ഓഫ് മോൾ 2 മോൾ AgCl ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് വരുന്നത് 143 ആണ്. 143 ആണ് വരിക. മോളിക്കുലാർ മാസ് AgCl ഇത് 143 ആണ് വരിക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 286 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. 286 ഗ്രാം AgCl ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് 111 ഗ്രാം CaCl2 റിയാക്ട് ചെയ്താൽ 286 ഗ്രാം AgCl ഫോം ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലായത് അല്ലേ? ഇത്രയും ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 111 ഗ്രാം CaCl2 റിയാക്ട് ചെയ്തെങ്കിൽ മാത്രമേ 286 ഗ്രാം ഓഫ് AgCl ഫോം ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് മാസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ് ഇൻ ഗ്രാം വുഡ് ബി ഇനഫ് ടു പ്രൊഡ്യൂസ് 14.35 ഗ്രാം ഓഫ് AgCl ആണ്. അപ്പോൾ നമുക്ക് 14.35 ഗ്രാം AgCl ഉണ്ടാകുന്നതിന് വേണ്ടി എത്ര ഗ്രാം നമുക്കറിയില്ല. അതിന് ഞാൻ X ഗ്രാം എടുക്കാൻ പോവാണ്. X ഗ്രാം CaCl2 വേണമെന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്തു.
അല്ലേ? 111 ഗ്രാം കിട്ടണമെങ്കിൽ 111 ഗ്രാം CaCl2 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 286 ഗ്രാം AgCl ഫോം ചെയ്യും. പക്ഷേ നമ്മളോട് ക്വസ്റ്റൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് 14.35 ഗ്രാം AgCl മതി എന്നാണ് ക്വസ്റ്റൻ ആവശ്യപ്പെട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനാവശ്യമായ CaCl2ന്റെ അളവ് നമുക്കറിയില്ല. അതിന് നമ്മൾ എക്സ് ഗ്രാം എന്ന് എടുത്തിരിക്കുകയാണ്. ഇനി എക്സ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണല്ലോ. ചുമ്മാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. നമുക്ക് എക്സിനെ ഇങ്ങോട്ട് എടുക്കാം, ബാക്കിയെല്ലാം കൂടി ഈ ഒരു സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 111 into 14.35 all divided by 286 ചെയ്താൽ മതി. 286 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 5.55 ഗ്രാം എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടാൻ പോവുക. 5.55 ഗ്രാം എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 5.55 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ നമ്പർ 1 ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ തന്നെയാണ്. പക്ഷേ ഇത്തരം ക്വസ്റ്റൻസ് ഒക്കെ JEE മെയിൻ്റെ ക്വസ്റ്റൻ പേപ്പറിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഇത്തരം ക്വസ്റ്റൻസിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം ക്വസ്റ്റൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഈ ക്വസ്റ്റൻ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. അടുത്തൊരു ക്വസ്റ്റൻ തന്നിരിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റൻ ആയിട്ട് എടുത്തിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് ദ മാസസ് ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഇൻ എ പർട്ടിക്കുലർ ഗേഷ്യസ് മിക്സർ ഈസ് 1:4. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ദെയർ മോളിക്യൂൾ ഈസ് എന്നാണ് ചോദ്യം. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷേ JEE മെയിൻ്റെ ക്വസ്റ്റൻ പേപ്പറിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് നമ്പർ ഓഫ് ഹോൾ നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഹോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഹോൾസ് ഓഫ് ഇവിടെ റേഷ്യോ ഓഫ് ഓക്സിജൻ നമ്പർ ഓഫ് ഹോൾസ് ഓഫ് ഓക്സിജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാണെന്ന് അറിയത്തില്ല, റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ. ഞാൻ അതിനെ എക്സ് എന്ന് എടുക്കാൻ പോവാണ്. ഗിവൺ മാസ് ഓഫ് ഓക്സിജൻ എക്സ് എന്ന് എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഓൾ ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് വരുന്നത് 32 ആണ്. ഇതേപോലെ തന്നെ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് O2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് O2 മോളിക്യൂൾ അല്ല ചോദിച്ചേക്കുന്നത്, മോളിക്യൂൾ ഓഫ് O2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോളിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു ദ അവഗാഡ്രോ നമ്പർ ഞാൻ NA എന്ന് എഴുതാൻ പോവാണ്. അവഗാഡ്രോ നമ്പർ NA. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ തന്നെ നമുക്ക് നമ്പർ ഓഫ് ഹോൾസ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഹോൾസ് ഓഫ് നൈട്രജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ആണ് വരിക. ഈ ഓക്സിജന്റെ മാസ് നമ്മൾ എക്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ റേഷ്യോ വരുന്നത് 1:4 ആയതുകൊണ്ട് തന്നെ നൈട്രജന്റെ വെയിറ്റ് 4x എന്ന് എടുക്കേണ്ടതായിട്ട് വരും. കാരണം അതിന്റെ റേഷ്യോ വന്നിരിക്കുന്നത് 1:4 ആണ്. അപ്പോൾ ഈ ഓക്സിജന്റെ വെയിറ്റ് നമ്മൾ എക്സ് ഗ്രാം ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നൈട്രജന്റെ വെയിറ്റ് നമ്മൾ 4x ആയിട്ട് അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. ഓൾ ഡിവൈഡഡ് ബൈ 28 ആണ് അതിന്റെ മോളിക്കുലർ മാസ് വരിക. ഇതിനെയും നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂളിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്പർ ഓഫ് molecules of N2 that is equal to 4x divided by 28 into Avogadro number NA ചെയ്താൽ മതി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇവരുടെ രണ്ടുപേരുടെ റേഷ്യോ ആണല്ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന 4x by 28 ആണ്. 4x ഡിവൈഡഡ് ബൈ 28 ഓൾ ഡിവൈഡഡ് ബൈ 4x അല്ലല്ലോ, എക്സ് ഡിവൈഡ് ബൈ 32 ആണ് ഓക്സിജൻ്റെ കേസിൽ. ഓക്സിജൻ്റെ ഇത് വരുന്നത് എക്സ് ഡിവൈഡഡ് ബൈ 32 NA ഓൾ ഡിവൈഡഡ് ബൈ 4x ഡിവൈഡഡ് ബൈ 28 NA എന്ന് നമുക്ക് കിട്ടും. NA ഒക്കെ ക്യാൻസൽ ചെയ്യാം. വേണമെങ്കിൽ റിവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ബൈ 32 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 4x നമുക്ക് കിട്ടും. ഇത് എക്സ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതൊരു 7 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 7 by 32 എന്ന് കിട്ടും. അത് റേഷ്യോ ആക്കി കഴിഞ്ഞാൽ 7:32 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. 7:32 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓപ്ഷൻ നമ്പർ 2 ഈസ് എ കറക്റ്റ് ആൻസർ. ഇത് കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ഇത്തരം ക്വസ്റ്റൻസും നമ്മളൊന്ന് നോക്കി പോകുന്നത് വളരെ വളരെ നല്ലതാണ്. കാരണം വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്ന പല ഏരിയയിൽ നിന്നും പ്രീവിയസ് ഇയറുകളിലൊക്കെ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്വസ്റ്റൻസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി മുമ്പിലേക്ക് പോകുന്നത് വളരെ വളരെ നല്ലതാണ്. കാരണം എന്ത് തരത്തിലുള്ള ക്വസ്റ്റൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഞാൻ എല്ലാ ടൈപ്പ് ക്വസ്റ്റൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ നല്ല ക്വസ്റ്റൻസിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്പർ 3. The number of formula units calcium fluoride CaF2 present in 146.4 gram of CaF2 are എന്നാണ് ചോദ്യം. Molecular masses of CaF2 78.08 gram per mole എന്ന ക്വസ്റ്റ്യനകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ആദ്യം നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് CaF2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് CaF2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ആണ്. ഇവിടെ ഗിവൺ മാസ് തന്നിരിക്കുന്നത് 146.4 ഓൾ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് 78.08 എന്ന ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന 1.875 എന്നാണ് കിട്ടുക. 1.875 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് CaF2 അഥവാ കാൽഷ്യം ഫ്ലോറൈഡിന്റെ നമ്പർ ഓഫ് മോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് കിട്ടുന്ന കാൽഷ്യം ഫ്ലോറൈഡിന്റെ നമ്പർ ഓഫ് മോൾ 1.875 എന്നാണ് നമുക്ക് കിട്ടുക. നമുക്ക് നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളെ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. നമ്പർ ഓഫ് മോളെ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് മോൾ 1.875 എന്നാണ് കിട്ടിയിരിക്കുക. ഇതിൻ്റെ അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് കിട്ടാൻ പോകുന്ന 1.129 ഇൻറ്റു 10⁻24 എന്ന് കിട്ടും. 24 CaF2 ആണ് അതിൻ്റെ ഫോർമുല യൂണിറ്റ് വരിക. CaF2 ഇതാണ് എൻ്റെ ഫോർമുല യൂണിറ്റ് വരിക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 വരും. 1.129 ഇൻറ്റു 10⁻24 CaF2 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ്. പക്ഷേ ഈ ഫോർമുല യൂണിറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർമുല യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് പോവുകയാണ് ഇത്തരം ക്വസ്റ്റൻസും. ഓക്കെ, ഫോർമുല യൂണിറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കുക, അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 1.129 ഇൻറ്റു 10⁻24 CaF2 ആണ് എൻ്റെ ഫോർമുല യൂണിറ്റ് വരിക. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്പർ 4ലേക്ക് വരികയാണ്. എന്താണ് ക്വസ്റ്റൻ നമ്പർ 4 പറയാം? The weight of a single atom of oxygen is എന്നാണ് ചോദ്യം. വെയിറ്റ് ഓഫ് സിംഗിൾ ആറ്റം ഓഫ് ഓക്സിജൻ ഈസ് എന്നാണ് ചോദ്യം. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ വെയിറ്റ് എത്രയാണ്? ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കൺസെപ്റ്റുകൾ പഠിക്കുക എന്നുള്ളതാണ്. ഈ മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ആണ് വരിക അല്ലേ. മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 16 നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 60 ഗ്രാം പെർ മോൾ ആണ് വരിക. 60 ഗ്രാം പെർ മോൾ ആണ് വരിക. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മോളിൻ്റെ അകത്ത് എത്ര ആറ്റം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മോളിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 ആറ്റമാണ് ഒരു മോളിൻ്റെ അകത്തുള്ളത്. അതായത് ഒരു മോള് മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഒരു മോളിൻ്റെ വെയിറ്റാണ് ഈ 16 ഗ്രാം പെർ മോൾ എന്ന് കിട്ടുന്നത്. ഒരു മോളിൻ്റെ വെയിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മോളിൻ്റെ അകത്ത് 1 മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 ആറ്റമാണ്. അതിൻ്റെ വെയിറ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത് 16 ഗ്രാം പെർ മോൾ നമുക്ക് കിട്ടിയിരിക്കുക. ഒരു മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിൻ്റെ വെയിറ്റ് ആണല്ലോ 16 ഗ്രാം പെർ മോളെന്ന് നമുക്ക് കിട്ടുക. ഒരു മോളിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആറ്റത്തിൻ്റെ വെയിറ്റാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 16 എന്ന് കിട്ടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ വെയിറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ therefore വെയിറ്റ് ഓഫ് വൺ ആറ്റം അതല്ല ചോദിച്ചിരിക്കുന്ന വെയിറ്റ് ഓഫ് 1 ആറ്റം ഇത്രയും 16 ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും ആറ്റത്തിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് 1 ആറ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയില്ല, നമ്മൾ എക്സ് എന്ന് എടുക്കാൻ പോവാണ്. ഇവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ല, എക്സ് ഇങ്ങോട്ട് എടുക്കുക, ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് മാറ്റുക. അങ്ങനെയാണെങ്കിൽ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23 ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആറ്റത്തിൻ്റെ വെയിറ്റ് നമുക്ക് കിട്ടും. ഈ ഒരു ആറ്റത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.65 ഇൻറ്റു 10⁻23 വരും അല്ലേ. അപ്പോൾ 2.656 ഇൻറ്റു 10⁻23 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ഒരു ആറ്റത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുക. ഒരാറ്റത്തിൻ്റെ വെയിറ്റ്, ഒരു മോളിൻ്റെ വെയിറ്റ്, ഒരു മോളിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാറ്റത്തിൻ്റെ വെയിറ്റ് കിട്ടുന്നതിന് വേണ്ടി ഒരു മോളിൻ്റെ വെയിറ്റിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരാറ്റത്തിൻ്റെ മാത്രമായിട്ടുള്ള വെയിറ്റ് നമുക്ക് കിട്ടും. ഇവിടെ ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ വെയിറ്റ് മാത്രമാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ വെയിറ്റ് വരുന്നത് 2.656 ഇൻറ്റു 10⁻23 ഗ്രാം എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് കൺസെപ്റ്റിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റവുമായിട്ട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ വേവ് ലെങ്ത് ഓഫ് സ്പെക്ട്രൽ ലൈൻ എമിറ്റഡ് ബൈ ഹൈഡ്രജൻ ആറ്റം ഇൻ ലൈമൻ സീരീസ് ഈസ് 16.15 RCM എന്നാണ് തന്നിരിക്കുക.
വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് N2 എന്നാണ് ചോദ്യം. R ഈസ് ദ റെഡ്ബർഗ് കോൺസ്റ്റന്റ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹൈഡ്രജൻ സ്പെക്ട്ര ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ലൈമൻ സീരീസ്, ബാൾമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്, ഹംഫ്രി സീരീസ്, ഇവരൊക്കെ ഉൾപ്പെടുന്നതാണ് ഹൈഡ്രജൻ സ്പെക്ട്ര എന്ന് പറയുക. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രയുടെ പ്രത്യേകതകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. N2 വാല്യൂ എത്രയാണ്, N1 വാല്യൂ എത്രയാണ്, ഓരോ സീരീസിൻ്റെതും എത്രയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ N1 വാല്യൂ എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് ഡി എക്സൈറ്റ് ചെയ്തു എന്നതും N2 വാല്യൂ എന്ന് പറയുന്നത് എവിടെ നിന്ന് ഡി എക്സൈറ്റ് ചെയ്തു എന്നതുമാണ്. അല്ലേ, വെയർ ടു ഡി എക്സൈറ്റും ഫ്രം വെയർ ഡി എക്സൈറ്റും. N1 എന്ന് പറയുന്നത് വെയർ ടു ഡി എക്സൈറ്റ്, N2 എന്ന് പറയുന്നത് ഫ്രം വെയർ ഡി എക്സൈറ്റ് ആണ്. ഈ N1 വാല്യൂ ലൈമൻ സീരീസിൻ്റെ എല്ലാം ഇപ്പോഴും 1 തന്നെയായിരിക്കും. N2 വാല്യൂ 1ന് മേളിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാൻ പറ്റും. അതുപോലെ ലൈമൻ സീരീസ്, ബാൾമർ സീരീസിൻ്റെ N1 വാല്യൂ 2 ആണ്. N2 വാല്യൂ 2ന് മേളിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാൻ പറ്റും. പാഷൻ സീരീസിൻ്റെ N1 വാല്യൂ 3 ആണ്. N2 വാല്യൂ 3ക്ക് മേളിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു ഐഡിയ നമുക്ക് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ധാരണയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ന്യൂമറിക്കലായിട്ടുള്ള കാൽക്കുലേഷൻസ് വരുന്ന സമയത്ത്, അതായത് ഈ വേവ് നമ്പർ കണ്ടുപിടിക്കുക, വേവ് ലെങ്ത് കണ്ടുപിടിക്കുക, എനർജി കണ്ടുപിടിക്കുക, ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അത് റെഡ്ബർഗിൻ്റെ ഇക്വേഷനാണ്. ഈ റെഡ്ബർഗിൻ്റെ ഇക്വേഷനിലൂടെ നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വേവ് നമ്പർ മാത്രമാണ്. നമുക്ക് ആ കിട്ടുന്ന വേവ് നമ്പറിനെ പിന്നീട് നമുക്ക് വേവ് ലെങ്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ വേവ് ലെങ്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പല ഡിഫറെൻറ്റ് ടേംസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ വേവ് നമ്പർ മാത്രമാണ്. അപ്പോൾ ഈ വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡ്ബർഗ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, റെഡ്ബർഗിൻ്റെ ഇക്വേഷൻ ന്യൂ ബാർ, ഇതാണ് ഈ വേവ് നമ്പർ. ന്യൂ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു റെഡ്ബർഗിൻ്റെ ജനറൽ ഇക്വേഷൻ RSA ഇൻറ്റു Z² ഇൻറ്റു 1/N1² മൈനസ് 1/N2² എന്നാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ വരിക. ന്യൂ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു RSA Z² ഇൻറ്റു 1/N1² മൈനസ് 1/N2² എന്നുള്ളതാണ് ജനറൽ ഇക്വേഷൻ വരിക. ഇതാണ് നമ്മുടെ റെഡ്ബർഗ് കോൺസ്റ്റന്റ്. Z എന്ന് പറയുന്നത് നമ്മുടെ അറ്റോമിക് നമ്പറാണ്. N1 എന്ന് പറയുന്നത് വെയർ ടു ഡി എക്സൈറ്റ്, N2 എന്ന് പറയുന്നത് ഫ്രം വെയർ ഡി എക്സൈറ്റ്. അപ്പോൾ ഈ ഹൈഡ്രജൻ സ്പെക്ട്രയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ന്യൂമറിക്കലായിട്ടുള്ള ഇത്തരം കാൽക്കുലേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന വേവ് നമ്പറാണ്. ഈ വേവ് നമ്പറും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. വേവ് നമ്പർ ന്യൂ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/λ. അങ്ങനെയാണെങ്കിൽ ന്യൂ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/λ ദാറ്റ് ഈസ് ഈക്വൽ ടു RSA ഇൻറ്റു Z² ഇൻറ്റു 1/N1², N1² മൈനസ് 1/N2² ഈ ഇക്വേഷൻ നമുക്ക് വീണ്ടും റീറൈറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? കാരണം ന്യൂ ബാർ ദാറ്റ് ഈസ് ഈക്വൽ 1/λ എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഇതിനെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/λ. ലാംഡയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് വേവ് ലെങ്ത് തന്നിരിക്കുന്നത്, അത് ലാംഡയാണ്. ലാംഡ എന്ന് പറയുന്നത് 16 ഡിവൈഡഡ് ബൈ 15R എന്നാണ് തന്നിരിക്കുക. 15R എന്നാണ് തന്നിരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ, ഇവിടെ റെഡ്ബർഗ് കോൺസ്റ്റന്റ് 6 എന്ന് എടുത്തോളം ക്വസ്റ്റൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ 6 തന്നെ എടുക്കുകയാണ്. Z അറ്റോമിക് നമ്പർ ആണ്. ഈ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് അതിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഇൻറ്റു 1/N1². ഇത് ഏത് സീരീസ് ആണ് നോക്കിക്കേ, ഇത് ലൈമൻ സീരീസ് ആണ്. ലൈൻ എമിറ്റഡ് ഇൻ ദ ലൈമൻ സീരീസ് ആണ്. ലൈമൻ സീരീസിന്റെ പ്രത്യേകത, ലൈമൻ സീരീസിന്റെ N1 വാല്യൂ എല്ലായ്പ്പോഴും 1 തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ N1 വാല്യൂ നമുക്കറിയാം, അത് 1² മൈനസ് 1/N2. N2ന്റെ വാല്യൂ നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ മേളിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ 15R ഡിവൈഡഡ് ബൈ 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 1/1² എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് 1/N2² എന്ന് എഴുതാമല്ലോ. രണ്ടിടത്ത് 6 ഉണ്ട്, നമുക്ക് ഓരോ 6 അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 15 ഡിവൈഡഡ് ബൈ 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/N2² എന്നാണ് കിട്ടിയിരിക്കുക. ഒരു കാര്യം ചെയ്തു, ഇത് ഇങ്ങോട്ടേക്കും ഈ ടൈമിന് അപ്പുറത്തേക്ക് മാറ്റുകയാണെങ്കിൽ 1/N2² ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 15 ഡിവൈഡഡ് ബൈ 16 നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ 1/N2² ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് 15 1 വരും, 1/16 എന്ന് കിട്ടും. സോ N2² ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്നും N2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ചുമ്മാ റൂട്ട് എടുത്താൽ മതി, സ്ക്വയർ ഒഴിവായിക്കോളും. അപ്പോൾ റൂട്ട് 16 ദാറ്റ്സ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. N2ന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, ദാറ്റ്സ് 4 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഹൈഡ്രജൻ സ്പെക്ട്രയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് നോക്കി പോകുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം വിൽ എമിറ്റ് മാക്സിമം എനർജി എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. പല മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ N6 to N5 ആണല്ലോ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6th എനർജി ലെവലിൻ്റെയും 5th എനർജി ലെവലിൻ്റെയും എനർജി കണ്ടുപിടിച്ചിട്ട് 6th ലെവലിൻ്റെയും 5th ലെവലിൻ്റെയും എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു -13.6 ഇൻറ്റു ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ 6ൻ്റെതും അതുപോലെ തന്നെ ഈ 5ൻ്റെതും എന്നിൻ്റെ സ്ഥാനത്ത് 6ഉം എൻ്റെ സ്ഥാനത്ത് 5ഉം കൊടുത്തിട്ട് ഈ 6ൻ്റെയും ഈ 5ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് അവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പോൾ N6 to N5 ഡീഎക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം എനർജി റിലീസ് ചെയ്തു എന്നറിയാൻ പറ്റും. അതേപോലെ N1 N2ൻ്റെ കണ്ടുപിടിക്കുക, N3 N2ൻ്റെ കണ്ടുപിടിക്കുക, അങ്ങനെ ഓരോന്നിൻ്റെയും എനർജി കണ്ടുപിടിച്ചിട്ട് അവർ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് എവിടെയാണോ വരുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി പോകേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഓർബിറ്റുകൾ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഓർബിറ്റുകൾക്കിടയിൽ അത് കുറഞ്ഞു വരികയാണ്. അതായത് ന്യൂക്ലിയസിന് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഇടയിൽ കാണപ്പെടുന്ന എനർജി ഗ്യാപ്പിനേക്കാളും ഒത്തിരി പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് അവർക്ക് ഇൻ ബിറ്റ്വീൻ പ്രസന്റ് ഇരിക്കുന്ന എനർജി ഗ്യാപ്പ് ഡിക്രീസ് ചെയ്ത് വരുന്നു എന്നൊരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ നിസാരമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ട് ഐഡിയ കിട്ടും. ഇതിനെ ഞാൻ N1 = 1 എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് N1 ആണ്, ഇത് N2 ആണ്, ഇത് നോക്കിക്കുക ഇത് N3 ആണ്, ഇതെന്നതാ N4 ആണ്, N4 ആണ്. ഇത് കുറച്ചും കൂടെ താഴോട്ട് വരച്ച് മാറ്റി വെക്കാം. N4 ആണ്, N4 ദെൻ N5 ദെൻ N6. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാലേ ഞാൻ ഈ വരച്ചിരിക്കുന്നതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് N = 1 ആണ്, ഇത് N = 2 ആണ്, ഇത് N = 3 ആണ്, ഇത് N = 4 ആണ്, ഇത് N = 5 ആണ്, ഇത് N = 6 ആണ്. അതായത് പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഇവർക്കിടയിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരിക. അതായത് N1 N2 കാണപ്പെടുന്നത് ഗ്യാപ്പിനേക്കാളും N2 N3 ഇൻ ബിറ്റ്വീനുള്ള ഗ്യാപ്പ് കുറവാണ്. N3 N4 ഗ്യാപ്പ് കുറവാണ്. N4 N5 N6 ഇവിടെയൊക്കെ ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഓരോരോ ഓപ്ഷൻസും വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. 6ൽ നിന്ന് 5ലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യുന്നു, 6ൽ നിന്ന് 5ലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 6ൽ നിന്ന് 5ലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യുമ്പോൾ ഇത് വളരെ ചെറിയ എമൗണ്ട് ഓഫ് എനർജി മാത്രമേ പുറത്തേക്ക് റിലീസ് ചെയ്യൂ. കാരണം ഇവർക്കിടയിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ 6ൽ നിന്ന് 5ലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അവർ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയും വളരെ മിനിമം എനർജി ആയിരിക്കും. കാരണം അവർക്കിടയിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. അപ്പോൾ 6ൽ നിന്ന് 5ലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയും വളരെ മിനിമം ആയിരിക്കും. ഇനി N1 to N2 എന്നാണ് തന്നിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. N1 to N2 എന്ന് പറയുന്നത് N1 നിന്ന് N2ലേക്ക് പോവുകയാണ്. ഇത് N1 നിന്ന് N2ലേക്ക് പോകണമെങ്കിൽ എനർജി റിലീസ് അല്ല ചെയ്യേണ്ടത്, എനർജി അബ്സോർബാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? N1ൽ നിന്ന് N2ലേക്ക് ഒരു ഇലക്ട്രോണെ എത്തിക്കണമെങ്കിൽ ഒരിക്കലും എനർജി റിലീസ് അല്ല സംഭവിക്കുന്നത്, എനർജി അബ്സോർബ് ചെയ്യണം. നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മാക്സിമം എനർജിയാണ്. അപ്പോൾ ഈ N1 to N1 N = 1 to N = 2 എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് ഒരു ഇലക്ട്രോണെ എത്തിക്കണമെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യണം, അവിടുന്ന് ഒരിക്കലും എനർജി എമിറ്റ് ചെയ്യില്ല. കാരണം ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് ഇലക്ട്രോണെ എത്തണമെങ്കിൽ എനർജി അബ്സോർബാണ് ചെയ്യേണ്ടത്, എനർജി അവിടുന്ന് ഒരിക്കലും എമിറ്റ് ചെയ്യില്ല. അത് നോക്കിക്കോണം. അടുത്തത് N3ൽ നിന്ന് N2ലേക്കാണ്. N3 to N2 എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും എനർജി അവിടുന്ന് പുറത്തേക്ക് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ N3ൽ നിന്ന് N2ലേക്ക് വരാൻ പറ്റൂ. ഹയറിൽ നിന്ന് ലോവറിലേക്കാണ് വരുന്നത്, തീർച്ചയായിട്ടും എനർജി പുറത്തേക്ക് റിലീസ് മാത്രമേ ചെയ്യും. ഇനി N4ൽ നിന്ന് N3ലേക്കാണ്. N4ൽ നിന്ന് N3ലേക്ക് വരുമ്പോൾ ഇത്രയും എനർജി മാത്രമാണ് പുറത്തേക്ക് റിലീസ് ചെയ്യുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആദ്യത്തെ ഓപ്ഷൻ്റെ അകത്ത് എനർജി റിലീസ് ചെയ്യും, മൂന്നാമത്തേൻ്റെ അകത്തും നാലാമത്തേൻ്റെ അകത്തും എനർജി റിലീസ് ചെയ്യും. സെക്കൻഡ് ഓപ്ഷൻ ഒരിക്കലും ആൻസറായിട്ട് എടുത്തേക്കരുത്. കാരണം സെക്കൻഡ് ഓപ്ഷൻ്റെ അകത്ത് എനർജി അബ്സോർബാണ് ചെയ്യുക. നമ്മൾ നോക്കും ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ഗ്യാപ്പ്, അങ്ങനെ എങ്കിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്തതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അല്ല, ഇവിടെ എനർജി റിലീസ് അല്ല ചെയ്തിരിക്കുന്നത്, എനർജി അബ്സോർബാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 3 പേരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനർജി പുറത്തേക്ക് റിലീസ് ചെയ്തിരിക്കുന്നത് N = 3ൽ നിന്ന് N = 2ലേക്ക് വരുന്ന സമയത്തായിരിക്കും. കാരണം ഇവർക്കിടയിലാണ് ഉള്ളതിൽ ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ 2 ആൾക്കാർക്ക് ഇൻ ബിറ്റ്വീൻ ആണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത് N = 3ൽ നിന്ന് N = 2ലേക്ക് വരുന്ന സമയത്തായിരിക്കും. സോ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ നമ്പർ 3 ആണ്. N = 3 to N = 2. ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഒത്തിരി ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. എന്താണ് ക്വസ്റ്റ്യൻ? The minimum energy that must be possessed by a photon in order to produce the photoelectric effect with a platinum metal is ആണ് ചോദ്യം. Given the threshold frequency of platinum is 1.3 × 10⁻15 second in Waves and H is equal to 6.6 × 10⁻−34 joule second എന്ന് തന്നിട്ടുണ്ട്.
ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഒരു മെറ്റലിൻ്റെ സർഫസിലേക്ക് സ്യൂട്ടബിൾ എനർജിയുള്ള റേഡിയേഷൻസ് വന്ന് വീണ് കഴിഞ്ഞാൽ ആ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യപ്പെടുന്ന ഫിനോമിനൻ അറിയപ്പെടുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുക. എല്ലാ റേഡിയേഷൻസും മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യിക്കില്ല. അപ്പോൾ വരുന്ന റേഡിയേഷന് ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്ഷൻ നടക്കുകയുള്ളൂ. ആ വരുന്ന റേഡിയേഷൻ ഉണ്ടായിരിക്കേണ്ട മിനിമം എനർജിക്ക് പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. അപ്പോൾ ത്രെഷോൾഡ് എനർജിയോ അതിലും കൂടുതൽ എനർജിയോ ഉള്ള റേഡിയേഷൻസ് വന്ന് മെറ്റലിൻ്റെ സർഫസിൽ വീണെങ്കിൽ മാത്രമേ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്ഷൻ നടക്കുകയുള്ളൂ. ഇനി വരുന്ന റേഡിയേഷന് ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യാൻ ആവശ്യമായ മിനിമം എനർജിക്ക് പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. ഇൻകമിംഗ് റേഡിയേഷന് ത്രെഷോൾഡ് എനർജിയേക്കാൾ കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ ആ ത്രെഷോൾഡ് എനർജി അവിടെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് കിടക്കുന്ന എനർജി അവിടുന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്ന ഇലക്ട്രോൺ കൈനറ്റിക് എനർജി ആയിട്ട് നൽകപ്പെടും. അപ്പോൾ വരുന്ന റേഡിയേഷന് ത്രെഷോൾഡ് എനർജിയേക്കാൾ എത്ര അധികം എനർജി ഉണ്ടോ ആ അധികമുള്ള എനർജി മുഴുവൻ അവിടുന്ന് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺ കൈനറ്റിക് എനർജിയാണ് നൽകപ്പെടുക. അല്ലെങ്കിൽ ഇലക്ട്രോൺ കൈനറ്റിക് എനർജി ആയിട്ട് ആ എനർജി സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് തെറിച്ചു പോകും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഐഡിയാസ് നമുക്ക് വേണം. അതുപോലെ തന്നെ ഒരു റേഡിയേഷന് റേഡിയേഷൻ്റെ ഇൻകമിംഗ് റേഡിയേഷൻ്റെ എനർജി നമ്മൾ കൂട്ടിയാൽ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കൂടും. ഫ്രീക്വൻസി കൂട്ടിയാൽ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കൂടും. അതേസമയം ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് ആണ് കൂട്ടുന്നതെങ്കിൽ മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യപ്പെടും എന്നുള്ള ഐഡിയാസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് വേണം. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് the minimum energy that must be possessed by a photon in order to produce the photoelectric effect with a platinum metal എന്നാണ് അതിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസിയും എനർജിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ച് വെച്ചിട്ടുണ്ട്. എനർജി ഈസ് ഈക്വൽ ടു എച്ച് ഇതിനകത്ത് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ 6.626 into 10 raised to minus 34 into ന്യൂവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1.3 into 10 raised to 15 എന്നാണ്. അപ്പോൾ അവിടെ എച്ചിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് ജൂളിൽ തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ജൂളിൽ തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 8.58 into 10 raised to 8.38 into 10 raised to minus 19 joule. 8.38 into 10 raised to minus 19 joule എന്ന് നമുക്ക് ആൻസർ ആയിട്ട് ഇതിൻ്റെ അകത്ത് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3, 8.38 into 10 raised to minus 19 joule എന്ന് നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോണം. ഇത്തരം ക്വസ്റ്റൻസും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കണ്ടുപിടിച്ചാൽ മതി. ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനർജി ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എച്ച് നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. ഇഫ് ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ആർ ഈക്വൽ ദെൻ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം വിൽ ബി എന്നാണ് ചോദ്യം. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ അക്യുറേറ്റ്ലി ആൻഡ് സൈമൾട്ടേനിയസ്ലി എന്നാണ് പറയുക. അതേസമയം ഒരേ സമയം വളരെ കൃത്യമായിട്ട് നമുക്ക് പൊസിഷനും മൊമെന്റവും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ കിട്ടുന്നെങ്കിൽ രണ്ടും കണ്ടുപിടിച്ചാൽ രണ്ടിൻ്റെ അകത്തും എററുകൾ ഉണ്ടാകും എന്നുള്ളൊരു ഐഡിയ ആണ് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നമ്മളോട് പങ്കുവെക്കുക അല്ലേ. ഒരേ സമയം പൊസിഷനും മൊമെന്റവും കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ രണ്ട് വാല്യൂൻ്റെ അതും എററുകൾ ഉണ്ടാവും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഹൈസൻബർഗ് നമുക്ക് തന്നിരിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു h/4π എന്നാണ് ആ എക്സ്പ്രഷൻ. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റവുമാണ്. അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഇൻറ്റു അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം ദാറ്റ്സ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ h/4π എന്ന് പറഞ്ഞൊരു റിസൾട്ട് നമുക്കറിയാം. അപ്പോൾ ഈ റിസൾട്ടിൻ്റെ ഹെൽപ്പോട് കൂടി വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. അപ്പോൾ ഈ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ആർ ഈക്വൽ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജനറൽ ഇക്വേഷനകത്ത് വെലോസിറ്റിയുടെ ടൈം നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് വെലോസിറ്റിനെ ഒന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വരും. വെലോസിറ്റി കൊണ്ടുവരാൻ ഒരു മാർഗ്ഗമുണ്ട്. കാരണം ഈ ഡെൽറ്റ പി എന്ന് പറയുന്നത് അഥവാ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം എന്ന് പറയുന്നത് എം ഡെൽറ്റ വി ആണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എം ഡെൽറ്റ വി ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതേണ്ടത് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം വി എന്നാണ് നമ്മൾ എഴുതേണ്ടതെങ്കിലും പക്ഷേ മാസിൽ അൺസർട്ടനിറ്റി ഇല്ല, വെലോസിറ്റിയിൽ മാത്രമാണ് അൺസർട്ടനിറ്റി സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എം ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതിയാൽ മതിയാവും. ഇതാണ് ഡെൽറ്റ പിയുടെ എക്സ്പ്രഷൻ. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എം ഡെൽറ്റ വി ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് ഇതിനുള്ളിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ therefore ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഇൻറ്റു എം ഡെൽറ്റ വി ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ആ ഗ്രേറ്റർ ദാൻ മാറ്റിയിട്ട് ഈക്വൽ ടു മാത്രം കൊടുക്കുകയാണ്. h/4π എന്നങ്ങ് എഴുതാൻ പോവാണ്. ഇനി ഒരു കാര്യം ചെയ്യാം, ഈ എം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ്. എമ്മിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ താഴെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ദാറ്റ് ഈസ് ഈക്വൽ ടു h/4πm എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും.
ഇനി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇഫ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ആർ ഈക്വൽ. അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ് ഡെൽറ്റ എക്സ്, അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ് ഡെൽറ്റ വി. ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിരിക്കുകയാണ് given ഡെൽറ്റ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി എന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റിസൾട്ട് നമ്മൾ അങ്ങ് എടുക്കുകയാണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ് ഡെൽറ്റ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി എന്ന് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സിന് പകരം ഞാൻ ഡെൽറ്റ വി കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ വി ഇൻറ്റു ഡെൽറ്റ വി ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 4πm എന്ന് എഴുതാൻ പറ്റും. 4πm. ഇതിനെ എനിക്ക് ഡെൽറ്റ വിയുടെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഡെൽറ്റ വിയുടെ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 4πm എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഈ സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റൂട്ട് എടുത്താൽ മതി. അങ്ങനെയെങ്കിൽ ഇത് ഡെൽറ്റ വി ആകും, അപ്പുറത്ത് റൂട്ട് വരും, റൂട്ട് ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ 4πm എന്ന് വരും. നമുക്ക് വേണ്ടത് അൺസർട്ടനിറ്റി ഇൻ മൊമെൻ്റം ആണ്. ഒരു കാര്യം ചെയ്യാം, എം കൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ ഓപ്പറേഷൻ തന്നെയാണ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും വാല്യൂലൊന്നും മാറ്റമൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. So m delta v that is equal to m into root of h divided by 4πm എന്ന് നമുക്ക് എഴുതാൻ പറ്റും. h ഡെൽറ്റ പിക്ക് പകരമാണല്ലോ നമ്മൾ m ഡെൽറ്റ വി എന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡെൽറ്റ പി ദാറ്റ് ഈസ് ഈക്വൽ, ഒരു കാര്യം ചെയ്യാം, 4നെ കൂടെ റൂട്ടിന് വെളിയിലേക്ക് ഇറക്കുകയാണെങ്കിൽ അത് 1/2 ആകും. റൂട്ട് ഓഫ് എച്ച് എം ഡിവൈഡഡ് ബൈ പൈ എന്ന് കിട്ടും. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എം എച്ച് ഡിവൈഡഡ് ബൈ പൈ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ. പോസിറ്റീവ് റീജിയൻ മാത്രമേ കാണൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് റീജിയൻ മാത്രമേ കാണൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മേളിലേക്കുള്ളതിനെയൊക്കെ നമ്മൾ പോസിറ്റീവ് റീജിയൻ ആയിട്ടും ഈ താഴേക്കുള്ള റീജിയൻസൊക്കെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണല്ലോ നമ്മൾ പരിഗണിക്കുക. ഈ സൈ സ്ക്വയർ അഗൈൻസ്റ്റ് റേഡിയസ് ഗ്രാഫുകളൊക്കെ ഈ പോസിറ്റീവ് റീജിയനിൽ കൂടെ മാത്രമായിരിക്കും സഞ്ചരിക്കുക. ഒരിക്കലും അതിങ്ങനെ നെഗറ്റീവിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരില്ല. അപ്പോൾ സൈ സ്ക്വയർ അഗൈൻസ്റ്റ് റേഡിയസ് ഗ്രാഫിന് പോസിറ്റീവ് റീജിയൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് റേഡിയൽ നോഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ഗ്രാഫുകൾ വരയ്ക്കപ്പെടുക. നമ്പർ ഓഫ് റേഡിയൽ നോഡിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഡിയൽ നോഡ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് റേഡിയൽ നോഡ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് റേഡിയൽ നോഡ് കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്പർ ഓഫ് റേഡിയൽ നോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n-l-1 ആണ്. n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്, l നമ്മുടെ അസിമിത്തൽ ക്വാണ്ടം നമ്പറാണ്. n-l-1ൻ്റെ അകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് റേഡിയൽ നോഡ് കിട്ടും. ഈ റേഡിയൽ നോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും അല്ലാതെ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റുകളെ നമുക്ക് റേഡിയൽ നോഡായിട്ട് പരിഗണിക്കാം. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചിലപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ അത് പ്രശ്നമില്ല, കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് എക്സ് ആക്സിസിലല്ല, അപ്പോൾ മേളിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും അല്ലാതെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും അല്ലാതെ ഈ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റുകളില്ലേ, എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റുകളെയാണ് നമ്മൾ റേഡിയൽ നോഡുകളായിട്ട് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും അല്ലാതെ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ്, ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എക്സ് ആക്സിസിൽ ഇല്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എൻഡിംഗ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും എക്സ് ആക്സിസിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ ഇവിടെ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിരിക്കുന്ന എത്ര പോയിന്റുകൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒരു പ്രാവശ്യം മാത്രമാണ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു റേഡിയൽ നോഡ് മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു മീനിങ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു റേഡിയൽ നോഡ് മാത്രമുള്ള ഗ്രാഫാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എങ്കിൽ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് 4 പേരുടെയും റേഡിയൽ നോഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. റേഡിയൽ നോഡ് 1 വരുന്നത് ഏതാണോ അത് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമ്മൾ 1s ഓർബിറ്റലിന് റേഡിയൽ നോഡ് കണ്ടുപിടിക്കാൻ പോവാണ്. 1s ഓർബിറ്റലിന് റേഡിയൽ നോഡ് കണ്ടുപിടിച്ചാൽ n-ൻ്റെ വാല്യൂ 1 ആണ്, l-ൻ്റെ വാല്യൂ 0 ആണ്. ഇത് -1 കൂടെ ചേരുമ്പോൾ ഇത് 0 വരും. അപ്പോൾ റേഡിയൽ നോഡിൻ്റെ നമ്പർ 0 ആണ്. ഇവിടെ റേഡിയൽ നോഡിൻ്റെ നമ്പർ 0 അല്ല, 1 ആണ്. ഒരു റേഡിയൽ നോഡ് ഈ ഗ്രാഫിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അത് 1s ഓർബിറ്റലിൻ്റെ ഡയഗ്രാം അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത് നമ്മൾ 2p-ലേക്ക് പോവാണ്. 2p-യുടെ പ്രത്യേകത n-ൻ്റെ വാല്യൂ 2 ആണ്, l-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും. കാരണം s ഓർബിറ്റൽസിൻ്റെ l വാല്യൂ ആണല്ലോ 0 എന്ന് പറയാം. p ഓർബിറ്റൽസിൻ്റെ l വാല്യൂ വരുന്നത് 1 ആണ്. അപ്പോൾ -1 കൂടെ ചേരുമ്പോൾ അതും 0 തന്നെയാണ് വരിക, n-l-1. അപ്പോൾ ഇതും നമ്മുടെ 2p ഓർബിറ്റൽസിൻ്റെ ഗ്രാഫ് അല്ല നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അവിടെ നമ്മൾ 3s ഓർബിറ്റൽസ് കേസിൽ റേഡിയൽ നോഡ് കണ്ടുപിടിക്കുകയാണ്. n-ൻ്റെ വാല്യൂ 3 ആണ്, l വാല്യൂ 0 വരും, കാരണം s ഓർബിറ്റൽസിൻ്റെ l വാല്യൂ 0 ആണ്. -1 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 എന്നാണ് വരിക. അപ്പോൾ 2 റേഡിയൽ നോഡ് 3s ഓർബിറ്റലിന് ഉണ്ടെന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ ഡയഗ്രത്തിൽ ആകെ ഒരു റേഡിയൽ നോഡ് മാത്രമാണ് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം ആ തന്നിരിക്കുന്ന ഡയഗ്രാം 3s ഓർബിറ്റലിൻ്റേത് അല്ല.
വീണ്ടും അടുത്ത 2s ഓർബിറ്റിൽ എടുക്കാൻ പോവാണ്. 2s ഓർബിറ്റിൽ അത് n - l - 1 ചെയ്യാൻ പോവാണ്. n-ന്റെ വാല്യൂ ഇവിടെ 2 ആണ്, l വാല്യൂ 0 ആണ്, -1 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് റേഡിയൽ നോഡ് 1 ആയിട്ട് കിട്ടിയിരിക്കുന്നു. ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിലും ആകെ ഒരു റേഡിയൽ നോഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തന്നിരിക്കുന്ന ഡയഗ്രാം അല്ലെങ്കിൽ ആ ഗ്രാഫ് എന്ന് പറയുന്നത് 2s ഓർബിറ്റൽസിന്റെ ഗ്രാഫ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4, 2s ഓർബിറ്റൽ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സൈ അഗനസ്റ്റ് റേഡിയസ് ഗ്രാഫ്, സൈ സ്ക്വയർ അഗനസ്റ്റ് റേഡിയസ് ഗ്രാഫ്, 4πr² dr അഗനസ്റ്റ് റേഡിയസ് ഗ്രാഫ്, ഇത്തരം ഗ്രാഫുകളൊക്കെ ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതും നിങ്ങൾക്ക് ഒരു പക്ഷേ വളരെ ഉപകാരപ്പെട്ടേക്കാം. JEE മെയിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ പ്രീവിയസ് ഇയറിൽ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് റേഡിയസുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ആണ് അല്ലേ. The radius of the second Bohr orbit in terms of Bohr radius A0 in lithium 2+ ആണ് ചോദ്യം. ലിഥിയം 2+ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷ്യസ് ആണ്. കാരണം അതിൻ്റെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള സ്പീഷ്യസുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷ്യസ്. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷ്യസിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റേഡിയസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.529 into n square divided by z എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. 0.529 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ റേഡിയസ് ആണ്, ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. അതിനെ A0 എന്ന് വിളിച്ചോളാം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റേഡിയസ് r is equal to 0.529 പകരം ഞാൻ A0 എന്ന് കൊടുക്കുകയാണ്. n എന്ന് പറയുന്നത് എത്രാമത്തെ ഷെൽ എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ബോർ ഓർബിറ്റ് ആണ്. അപ്പോൾ n-ന്റെ വാല്യൂ 2 ആണ്. 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ വരുന്നത് 3 ആണ്. അങ്ങനെയെങ്കിൽ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് r is equal to 4A0 divided by 3 എന്ന് നമുക്ക് കിട്ടും. 4A0 divided by 3, ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ റേഡിയസിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ എനർജി കണ്ടുപിടിക്കുകയാണ്. ഇത് ആംസ്ട്രോം യൂണിറ്റിലാണ് റേഡിയസ് കണ്ടുപിടിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചോണം. -13.6 z സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട്. അത്തരത്തിലുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ചില ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഇക്വേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് അയോണിക് റേഡിയായി ഈസ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത്തരം ഒരു ക്വസ്റ്റൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്നതൊക്കെ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസുകളാണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കണം. കാരണം ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇത്തരം ക്വസ്റ്റൻസ് കണ്ടുവരുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതൊക്കെ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് അവരുടെ റേഡിയസ് കുറയുമെന്നും നെഗറ്റീവ് ചാർജിന്റെ സ്ട്രെങ്ത് കൂടുന്തോറും അവരുടെ റേഡിയസ് കൂടുമെന്നുമുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്തരം ക്വസ്റ്റൻസ് ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇത് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് ആണോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മഗ്നീഷ്യമാണ് തന്നിരിക്കുന്നത്. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് 12 ഇലക്ട്രോൺ കാണപ്പെടും. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് Mg2+ ആണ് തന്നിരിക്കുക. Mg2+ന്റെ അകത്ത് കാണുന്ന ഇലക്ട്രോണിന്റെ നമ്പർ 10 ഇലക്ട്രോൺ മാത്രമാണ്. കാരണം 2 പോസിറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോൺസ് അതിൻ്റെ അകത്ത് ലൂസ് ചെയ്യണം. അങ്ങനെ 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിമൈനിങ് 10 ഇലക്ട്രോൺ മാത്രമേ Mg2+ന്റെ അകത്ത് ഉള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അടുത്ത് തന്നിരിക്കുന്ന സോഡിയമാണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഇവിടെ തന്നിരിക്കുന്നത് Na+ ആണ് തന്നിരിക്കുന്നത്. Na+ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് 11 ഇലക്ട്രോൺ നോർമലി ന്യൂട്രൽ ആയിരുന്ന സമയത്ത് കാണേണ്ടതാണ്. Na+ ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ അതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ റിമൈനിങ് 10 ഇലക്ട്രോൺസ് മാത്രമാണ് അതിനുള്ളിലുള്ളത്. പിന്നെ പോയിട്ട് F- ആണ്. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് 9 ആണ് വരിക. അപ്പോൾ നോർമലി അതിനകത്ത് 9 ഇലക്ട്രോൺ ആണ് കാണപ്പെടേണ്ടത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന F- ആണ്. മൈനസ് ചാർജ് -1 എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഒരു ഇലക്ട്രോണും കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തും 10 ഇലക്ട്രോൺ തന്നെയാണ് കാണപ്പെടുക. അടുത്തത് തന്നിരിക്കുന്നത് Ox2 ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ വരുന്നത് 8 വരുന്നുണ്ട്. അതിനകത്ത് നോർമലി 8 ഇലക്ട്രോൺ ആണ് കാണേണ്ടത്. പക്ഷേ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് O2 ആണ്. 2 നെഗറ്റീവ് ചാർജ് വരുമ്പോൾ 2 മോർ ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്തിട്ട് 8 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇലക്ട്രോൺ അതിനുള്ളിലും കാണപ്പെടും. അടുത്തത് തന്നിരിക്കുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ അറ്റോമിക് നമ്പർ വരുന്നത് 7 ആണ്. നോർമലി 7 ഇലക്ട്രോൺ ആണ് കാണപ്പെടുക. പക്ഷേ അവിടെ തന്നിരിക്കുന്ന നൈട്രജൻ 3- സ്റ്റേജിലാണ്. 3 മോർ ഇലക്ട്രോണും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 7 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇലക്ട്രോൺ അതിനുള്ളിലുമുണ്ട്. ഇവിടെ നമുക്ക് ഇത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസുകളാണ്. ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് പറയും. ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജിന്റെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ അവരുടെ റേഡിയസ് കുറവായിരിക്കും. നെഗറ്റീവ് ചാർജിന്റെ സ്ട്രെങ്ത് കൂടുന്തോറും അവരുടെ റേഡിയസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജുള്ള Mg2+ലാണ്. അതിനാണ് ഏറ്റവും റേഡിയസ് കുറവുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് Na+ വരും. അത് കഴിഞ്ഞാൽ പിന്നീട് F- ആണ് വരിക. അത് കഴിഞ്ഞാൽ ഓക്സിജൻ (2- വരും. അത് കഴിഞ്ഞാൽ നൈട്രജൻ (3- വരും. നെഗറ്റീവ് ചാർജിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് റേഡിയസ് കൂടും, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് റേഡിയസ് കുറയുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് ആയതുകൊണ്ട്. സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ നമ്പർ 1 തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. അപ്പോൾ മജോറിറ്റി ക്വസ്റ്റൻസും കണ്ടുവരുന്ന ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് ആണ് റേഡിയസിൻ്റെ കേസിൽ കണ്ടുവരുന്നത്. ഒത്തിരി തവണ പല ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. Which of the following indicate the correct variation in electronegativity എന്നാണ് ചോദ്യം. Electronegativity is the ability of an atom to attract the shared pair of electron more towards itself എന്നാണ് പറയുക. ഒരു ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണെ തൻ്റെ അടുത്തേക്ക് വലിച്ചെടുക്കാനുള്ള എലമെന്റിന്റെ എബിലിറ്റിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുക. അപ്പോൾ നമുക്ക് പോളിംഗ് സ്കെയിലൊക്കെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ വാല്യൂ പോലും കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ പീരിയോഡിക് ടേബിളിൽ നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളിപ്പോൾ ഏതൊക്കെ എലമെന്റ്സ് അതിൻ്റെ അകത്തുള്ള കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്. ഇത്ര അല്ലേ ഉള്ളൂ. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിനാണ് തന്നിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോളിംഗ് സ്കെയിലൊക്കെ നമ്മൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന ഫ്ലൂറിനാണ്. അതിന് നമ്മളൊരു 4 എന്നാണ് നമ്മൾ വാല്യൂ കൊടുക്കുക. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി 4 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇനി ഒരു 0.5 വീതം കുറച്ച് ഇങ്ങോട്ടേക്ക് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 3.5 വരും, കാർബണിൻ്റെത് 3 വരും, നൈട്രജൻ്റെ 3 വരും, കാർബണിൻ്റെത് 2.5 വരും. ഇതാണ് അതിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ വാല്യൂ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാണ് വരിക. അതിലും കുറവാണ് ഓക്സിജൻ, അതിലും കുറവാണ് നൈട്രജൻ, അതിലും കുറവാണ് കാർബൺ വരിക. ഇതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ കറക്റ്റ് ഇൻക്രീസിങ് ഓർഡർ വരിക. അതിൻ്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഓർത്തിരിക്കുക. പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാണിക്കുന്ന ഒരു എലമെന്റ് ഫ്ലൂറിനാണ്. സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ഓക്സിജൻ ആണ്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂറിനാണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത്, പിന്നീട് ഓക്സിജൻ വരും, പിന്നെ നൈട്രജൻ വരും, പിന്നീട് ഏറ്റവും കുറവ് കാർബൺ ആണ് വരിക തന്നിരിക്കുന്നതിൽ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2 വരും. ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ ഗ്രേറ്റർ ദാൻ നൈട്രജൻ ഗ്രേറ്റർ ദാൻ കാർബൺ എന്ന് വരും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് തന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് മാസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ, അതായത് IUPAC ഒഫീഷ്യൽ അനൗൺസ് ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്ന നെയിമുകളും അതിൻ്റെ IUPACയുടെ ഒഫീഷ്യൽ നെയിമുകളുമാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പേരുകൾക്ക് കറസ്പോണ്ടിങ് അല്ലല്ലോ അവരുടെ ഒഫീഷ്യൽ നെയിം പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. സാധാരണഗതിയിൽ ആൾക്കാർ പഠിക്കാറുള്ളത് അറ്റോമിക് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒഫീഷ്യൽ നെയിംസ് ആണ് സാധാരണ പഠിക്കാറുള്ളത്. അങ്ങനെയാണ് സാധാരണ പഠിക്കാറുള്ളത്. ഇനി ഇങ്ങനെ ഇത്തരം നെയിമുകളും അതുപോലെ തന്നെ ഒഫീഷ്യൽ നെയിമും പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്ന അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ്. ഇവിടെ തന്നിരിക്കുന്നത് നിൽ IUM എന്നാണ് തന്നിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ 1 വരും, നിൽ എന്ന് പറയുമ്പോൾ 0 വരും, നിൽ ആണ് വരിക. അപ്പോൾ 101 ആണ് അറ്റോമിക് നമ്പർ വരിക. അറ്റോമിക് നമ്പർ 101 വരുന്ന എലമെന്റ് മെന്റലേവിയം തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റാണ്. മെന്റലേവിയം അത് കറക്റ്റാണ്. ഓക്കെ, അടുത്തത് നിൽ ട്രൈയം ആണ്. അപ്പോൾ വരുന്നത് 1 ആണ്, നില്ല് 0 ആണ്, ട്രൈ എന്ന് പറയുമ്പോൾ 3 വരും, 103 ആണ്. അറ്റോമിക് നമ്പർ 103 വരുന്നത് ലോറൻഷ്യം തന്നെയാണ്. അതും കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് നിൽ ഹെക്സിയം ആണ്. നിൽ ഹെക്സിയം ആണ്, 106 ആണ് അറ്റോമിക് നമ്പർ വരിക. സീബോർഗിയം അതും കറക്റ്റ് തന്നെയാണ്. സോ അതും കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് നിൽ IUM, നിൽ അല്ല, അത് അണ്ണില്ലല്ല, IUM അല്ലേ, IUM ഓക്കെ 3-1 ഓക്കെ IUM ആണ് അല്ലേ. അപ്പോൾ 111 വരുന്ന റോയൻ ജീനിയം എന്ന് പറയുന്ന എലമെന്റ് ആണ്. അപ്പോൾ ഡാംസ്റ്റേഷ്യം അല്ല, അത് റോയൻ ജീനിയം എന്ന് പറയുന്ന എലമെന്റ് ആണ്. അപ്പോൾ ഈ ഡിക്ക് തന്നിരിക്കുന്ന 4th 1 എന്ന് പറയുന്ന ആൾ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ഡിയുടെ 4th 1 ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണ്. അത് റോയൻ ജീനിയം എന്ന് പറയുന്ന എലമെന്റ് ആണ് വരിക. IUM ആണ്. 111 ആണ് അറ്റോമിക് നമ്പർ വരിക. അറ്റോമിക് നമ്പർ 111 വരുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ റോയൻ ജീനിയം എന്ന് പറയുന്ന എലമെന്റ് ആണ്. റോയൻ ജീനിയം അല്ല ഇവിടെ തന്നിരിക്കുന്നത്, ഡാംസ്റ്റേഷ്യം എന്നാണ് തന്നിരിക്കുന്നത്. അത് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ D4 വരും. D4 അത് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണ്. D യും 4 ഉം ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണ്. A1 കറക്റ്റായിട്ട് മാച്ചിരിക്കുന്നു, B2 കറക്റ്റായിട്ട് മാച്ചിരിക്കുന്നു, C3 കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നു. ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. D4 ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4, D4. ഇത് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. Mass list 1 species with list 2 hybridization and select the correct code given below എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള പല മെത്തേഡുകളുണ്ട്. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ S + 1/2 × V - E + A - C എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. S എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റമാണ്. സെൻട്രൽ ആറ്റം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റമാണ്. V ദ വാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ സെൻട്രൽ ആറ്റം. E ഈസ് ദ ടോട്ടൽ വാലൻസി ഓഫ് ദ സറൗണ്ടിങ് ആറ്റംസ്. A ഈസ് ദ ആനിയോണിക് ചാർജ്, C ഈസ് ദ കാറ്റയോണിക് ചാർജ്. അതിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. XeF4ന്റെ കേസിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. XeF4 ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ H അഥവാ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് സെനോൺ ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം എന്ന് പറയുന്നത് 4 ഫ്ലൂറിൻ ആറ്റമാണ്. എസിൻ്റെ വാല്യൂ 4 വരും.
പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം, അതാണ് എസ്, 4 ഫ്ലൂറിൻ ആറ്റം, ഇൻറ്റു ഹാഫ് ഇൻറ്റു വാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ സെൻട്രൽ ആറ്റം. ഇവിടെ സെനോൺ ആണ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 8 ആണ് വരിക, കാരണം സെനോണിന്റെ വാലൻസ് ഇലക്ട്രോൺ 8 ആണ്. ഇനി ഇ എന്ന് പറയുന്നത് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ അല്ല, വാലൻസി ഓഫ് ദ സറൗണ്ടിങ് ആറ്റംസ് ആണ്. ഇവിടെ ഫ്ലൂറിൻ ആണ് സറൗണ്ടിങ് ആറ്റമായിട്ട് തന്നിരിക്കുന്നത്. ഫ്ലൂറിന്റെ വാലൻസി 4 ആണ്, വാലൻസി 1 ആണ്. 4 പേരുള്ളത് കൊണ്ട് അത് നമുക്ക് 4 എന്ന് കൊടുക്കാം. ഇനി ഇത് ആനയോണും അല്ല ക്യാറ്റോണും അല്ല, അപ്പോൾ എയ്ക്കും സിക്കും ഒന്നും വാല്യൂ ഇല്ല. ആനയോൺ ആണെങ്കിൽ അതിൻ്റെ ചാർജ്, ക്യാറ്റോൺ ആണെങ്കിൽ അതിൻ്റെ ചാർജ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുക. അത് ആനയോൺ ക്യാറ്റോൺ ഒന്നുമല്ല, അപ്പോൾ അതിന് വാല്യൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 4 പ്ലസ് ഇത് 8 - 4 എന്ന് പറയുമ്പോൾ 4 വരും, 4/2 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ 4 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്നാണ് നമുക്ക് കിട്ടുക. നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് 6 ആണെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഹൈബ്രിഡൈസേഷൻ ഒന്നെങ്കിൽ D2sp3 ആയിരിക്കാം, ഇല്ലെങ്കിൽ അത് sp3d2 ആയിരിക്കും. D2sp3 ഓർ sp3d2. D2sp3 ഓപ്ഷനകത്ത് തന്നിട്ടില്ല, നമുക്കതിനെ sp3d2 എന്ന് വിളിക്കാം. sp3d2 ഒക്ടാഹെഡ്രാണ്, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരിക sp3d2 വരും. അപ്പോൾ XF4 sp3d2 എന്ന് പറയുമ്പോൾ എക്ക് മാച്ചാകുന്ന ആൾ sp3d2 എന്ന് പറയുന്നത് 3 ആണ് വരിക, sp3d2. അപ്പോൾ എക്ക് മാച്ചാകുന്നത് 3 ആണ്. ഇനി അടുത്ത് നമുക്ക് H2 ആണ്. H2യുടെ കേസിലും ഇതേപോലെ തന്നെ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. H ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം 2 ഹൈഡ്രജൻ ആറ്റം ആണ്, പ്ലസ് 1/2 ഇൻറ്റു വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺ വരുന്നത് 6 ആണ് വരിക, മൈനസ് ഹൈഡ്രജന്റെ വാലൻസി 1 ആണ് വരിക, അപ്പോൾ 2 പേരുണ്ട്, -2 വരും. പിന്നെ കാറ്റോണോ ആനോണോ ഒന്നും ഇല്ല, അപ്പോൾ എയ്ക്കും സിക്കും ഒന്നും വാല്യൂ ഇല്ല. അപ്പോൾ ഇത് എത്ര വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 6 - 2 എന്ന് പറയുമ്പോൾ 4 ആണ്, 4/2 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ sp3 വരും. ഒരു എസും 3p ഓർബിറ്റൽസും ചേർത്ത് ഹൈബ്രിഡൈസേഷൻ sp3 വരും. അപ്പോൾ H2യുടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3 ആണ്. അപ്പോൾ ബിക്ക് മാച്ചാകുന്നത് 2 ആണ്, ബിക്ക് മാച്ചാകുന്നത് 2 ആണ്. അടുത്ത PCl5 ആണ് തന്നിരിക്കുക. PCl5 നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് ദ സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആണ്, അപ്പോൾ സറൗണ്ടിങ് ആറ്റം ക്ലോറിൻ വരും. ടോട്ടൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ് 5 ക്ലോറിൻ ആറ്റം, പ്ലസ് ഹാഫ് ഇൻറ്റു ബാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ സെൻട്രൽ ആറ്റം വരുന്നത് ഫോസ്ഫറസിൻ്റേത് 5 ആണ്, മൈനസ് ടോട്ടൽ ബാലൻസ് ക്ലോറിൻ്റേത് 1 വരും, 5 പേരുള്ളതുകൊണ്ട് ടോട്ടൽ 5 വരും, കാറ്റോൺ ആനോണൊന്നും അല്ല. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 + 0 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 തന്നെ വരും. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d വരും. ഒരു s ഓർബിറ്റലും 3p ഓർബിറ്റൽസും 1d ഓർബിറ്റലും കൂടെ ചേർന്ന് ടോട്ടൽ 5 വരും. sp3d ആണ് ഹൈബ്രിഡൈസേഷൻ വരിക. sp3d എന്ന് പറയുന്നത് 4th one ആണ്, അപ്പോൾ സിക്ക് മാച്ചാകുന്നത് 4 ആണ് sp3d. അടുത്തൊരു കോംപ്ലക്സ് ആണ് തന്നിരിക്കുന്നത് PTNS3 4 × 2+. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം PTNS3 4 × 2+, നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് സെക്കൻഡിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇവിടെ പ്ലാറ്റിനത്തിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 വരുന്ന കോംപ്ലക്സ് തീർച്ചയായിട്ടും സ്ക്വയർ പ്ലെയിനർ കോംപ്ലക്സ് ആയിരിക്കും. സ്ക്വയർ പ്ലെയിനർ കോംപ്ലക്സ് ആണെങ്കിൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് DsP2 ആയിരിക്കും. പ്ലാറ്റിനത്തിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 വരുന്ന കോംപ്ലക്സ് സ്ക്വയർ പ്ലെയിനർ കോംപ്ലക്സ് ആണ്, എസ്പെഷ്യലി പ്ലാറ്റിനം 2+. പ്ലാറ്റിനം 2+ന്റെ കോർഡിനേഷൻ നമ്പർ 4 വരുന്ന കോംപ്ലക്സ് സ്ക്വയർ പ്ലെയിനർ ആണ്. സ്ക്വയർ പ്ലെയിനർ കോംപ്ലക്സിന്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് DsP2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മാച്ച് ആകുന്നത് 1 ആണ് വരിക. അപ്പോൾ A3 B2 C4 D1 ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇവിടെ തന്നിരിക്കുന്നില്ല, ഓപ്ഷൻ നമ്പർ 1 നമുക്ക് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, യെസ്. അടുത്ത Question number 16 ആണ്. In the structure of SF4, the lone pair of electrons on S is in എന്നാണ് ചോദ്യം. ഓക്കെ, SF4ന്റെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. സൾഫർ ഉണ്ട്, ഇവിടെ ഒരു ഫ്ലൂറിൻ ആറ്റം ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റം ഉണ്ട്, ഇവിടെ അടുത്തൊരു ഫ്ലൂറിൻ ആറ്റം ഉണ്ട്, ഇവിടെ ഒരു ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ലോൺ പെയർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ ഈ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് നമ്മുടെ ലോൺ പെയർ പ്രസൻറ്റ് ചെയ്തിരിക്കുക. അല്ലെ 4 ബോണ്ട് പെയർ ഒരു ലോൺ പെയർ വരിക. നമുക്കിതിനെ വേണമെങ്കിൽ സീസോ എന്നൊക്കെ പറയുന്ന ഷേപ്പായിട്ട് വിളിക്കാൻ വേണ്ടി പറ്റും. ഇതിനെ ഒരു 4 ബോണ്ട് പെയർ ഒരു ലോൺ പെയറും വരുന്നുണ്ട്. ഇത് രണ്ടുപേരും ആക്സിയലാണ്. ഇതൊരു ഫ്ലൂറിനും ഈ ഒരു ഫ്ലൂറിനും ആക്സിയൽ പൊസിഷനിലാണ്. ഈ രണ്ടുപേര് അതിൻ്റെ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. ഈ തന്നിരിക്കുന്ന ലോൺ പെയറും ഇക്വറ്റോറിയൽ പൊസിഷനിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ നമ്പർ 1 വായിച്ച് തന്നിരിക്കുന്നത് ഇക്വറ്റോറിയൽ പൊസിഷൻ, ലോൺ പെയർ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. ആൻഡ് there are 2 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ അറ്റ് 90 ഡിഗ്രി. അതും കറക്റ്റാണ്. കാരണം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നോക്കിയേ, ഈ ലോൺ പെയറും ഇതിൻ്റെ അകത്തുള്ള ബോണ്ട് പെയറും തമ്മിൽ 90 ഡിഗ്രിയാണ്. ഈ ലോൺ പെയറും ഈ താഴേക്കുള്ള ബോണ്ട് പെയറും 90 ഡിഗ്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോൺ പെയർ ബോണ്ട് പെയർ തമ്മിലുള്ള റിപ്പൽഷൻ ഉണ്ടാകും. 90 ഡിഗ്രിയിൽ 2 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻസും അതിനുള്ളിൽ കാണപ്പെടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 ആണ് വരിക. ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് ലോൺ പെയർ ഉള്ളത്. ആൻഡ് there are 2 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ അറ്റ് 90 ഡിഗ്രി. അത് കറക്റ്റാണ്. അടുത്തത് ഇക്വറ്റോറിയൽ പൊസിഷൻ ആൻഡ് there are 3 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ അറ്റ് 90 ഡിഗ്രി ഇല്ല. 2 മാത്രമേ ഉള്ളൂ. കാരണം ഇവരുടെ ഇടയിലുള്ള ആംഗിൾ വരുന്നത് ഈ ലോൺ പെയറും ഈ ഫ്ലൂറിനും തമ്മിലുള്ള ആംഗിൾ വരുന്നത് 120 വരുന്നത്. അതിനെ നമുക്ക് ഒരിക്കലും 90 ഡിഗ്രി എന്ന് വിളിക്കാൻ പറ്റില്ല.
അതുപോലെ തന്നെ ആക്സിയൽ പൊസിഷൻ അല്ല, കാരണം ലോൺ പെയർ വരുന്ന ആക്സിയൽ പൊസിഷനിലല്ല, ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. അടുത്തത് ആക്സിയൽ പൊസിഷൻ ആൻഡ് ആക്സിയൽ പൊസിഷൻ അല്ല, ഇക്വറ്റോറിയലാണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1, ഇക്വറ്റോറിയൽ പൊസിഷൻ ആൻഡ് there are 2 lone pair bond pair repulsion at 90 degree. So correct answer option number 1. Next question, question number 17. Which one of the following statement regarding ammonia is not correct എന്നാണ് ചോദ്യം. NH3 has a sp2 hybridization. അത് തന്നെ തെറ്റാണ്. കാരണം NH3യെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കണ്ടുപിടിച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ് 3 ഹൈഡ്രജൻ ആറ്റമാണ്, പ്ലസ് 1/2 ഇൻറ്റു വാലൻസ് ഇലക്ട്രോൺ വരുന്നത് നൈട്രജൻ്റേത് വരുന്നത് 5 അല്ലേ വരിക, വാലൻസ് ഇലക്ട്രോൺ 5 വരും, ഹൈഡ്രജൻ്റേത് -3 വരും. അപ്പോൾ 5 - 3 എന്ന് പറയുമ്പോൾ 2 വരും. That is equal to 3 + 1, that is equal to 4 ആണ്. നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് 4 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3 ആണ് അവിടെ തന്നിരിക്കുന്നത്. NH3 has sp2 hybridization, that is incorrect. NH3 ആക്ട് as a ലൂയിസ് ബേസ് ആണ്, കാരണം നൈട്രജൻ്റെ മേളിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വെറുതെ ഇരിപ്പുണ്ട്. ആ ലോൺ പെയറിന് വേണമെങ്കിൽ മറ്റൊരാളിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ്സ് ആർ ലൂയിസ് ബേസ് ആണ്. NH3 ഗ്യാസ് ഈസ് ഹൈലി സോലുബിൾ ഇൻ വാട്ടർ, സോലുബിലിറ്റി വളരെ കൂടുതലാണ്. NH3 ഈസ് പിരമിഡൽ ഇൻ ഷേപ്പ് ആണ് വരിക, കാരണം 3 ബോണ്ട് പെയർ, ഇത് ബോണ്ട് പെയറിനെയും ഇത് ലോൺ പെയറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമുള്ള ഷേപ്പ് പിരമിഡൽ ഷേപ്പ് തന്നെയാണ്, അതും കറക്റ്റ് തന്നെയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് നോട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ 1 ഈസ് എ കറക്റ്റ് ആൻസർ എന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ബോണ്ട് ഓർഡർ ആൻഡ് ദ മാഗ്നറ്റിക് ക്യാരക്ടർ ഓഫ് CN-R എന്നാണ് ചോദ്യം. CN- ഒരു മോളിക്യൂളാണ്. CN- അകത്ത് ടോട്ടൽ നമ്പർ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? കാർബണിൻ്റെ അകത്ത് 6 ഉണ്ട്, നൈട്രജൻ്റെ അകത്ത് 7 ഉണ്ട്. അപ്പോൾ 7 × 13, പിന്നെ ഒരു നെഗറ്റീവ് ചാർജ്, അപ്പോൾ അത് 1 ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ 13 + 1 14 ഇലക്ട്രോൺ ആണ് ഇതിനുള്ളിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുക. ഇതൊരു ആറ്റം അല്ല, മോളിക്യൂളാണ്. തീർച്ചയായിട്ടും മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കേണ്ടതായിട്ട് വരും. σ1s2, σ*1s2, σ2s2, σ*2s2, 14 പൈ അല്ലേ വരിക. ഓക്കെ, π2px, π2py, രണ്ടുപേർക്ക് സെയിം എനർജിയാണ്. 2py, അവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. ദെൻ σ2pz വരും, σ2pz-ന് 2 ഇലക്ട്രോൺ വരും. അപ്പോൾ ഇത് 2, 2, 4, 6, 8, 10, 12, 14 ഇത്രയും ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഹാഫ് ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് ഈ സ്റ്റാർ ഇല്ലാത്ത ആൾക്കാരാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, സ്റ്റാർ ഉള്ള ആൾക്കാർ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്. അപ്പോൾ ഇത് സ്റ്റാർ ഉള്ള ആളാണ്, തീർച്ചയായിട്ടും ഒരു ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. ഇതും സ്റ്റാർ ഉള്ള ആളാണ്, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ സ്റ്റാർ ഇല്ലാത്തവരാണ്, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. നമുക്ക് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബോണ്ട് ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എത്ര വരും? 2, 4, 6, 8, 10 വരും. മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ 2, 4 എന്നും നമുക്ക് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × 6 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ബോണ്ട് ഓർഡർ 3 ആണ്. ഇനി ഇതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺ ഒന്നുമില്ല, ഉള്ളതെല്ലാം പെയ്ഡ് ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അൺപെയ്ഡ് ഇലക്ട്രോൺ ആബ്സെൻ്റ് ആണ്, പെയ്ഡ് ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ബോണ്ട് ഓർഡർ 3 ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1, 3 ഡയാമാഗ്നറ്റിക്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ആംഗിൾ ഈസ് ആണ് ചോദ്യം. ഇതൊക്കെ പല രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ എടുക്കാം. ഹൈബ്രിഡൈസേഷൻ ഓരോരുത്തരുടെയും കണ്ടുപിടിക്കുക, എന്നിട്ട് പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ആംഗിൾ കൂടുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതല്ലാതെ വളരെ എളുപ്പത്തിൽ ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കറിയാം നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് വരുന്ന 5 ആണ്. നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ 5 ആണെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, എന്നോടെ കേസ് എടുക്കാം. എന്നോടെ കേസ് നമുക്ക് ആദ്യം എടുക്കാം. എന്നോടെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 5 ആണ് വരിക. അപ്പോൾ ഇത് 1, 2, 3, 4 പിന്നെ ഒരു 5 കൂടെ വരും. ഇതിൽ നമുക്ക് ഓക്സിജൻ ആറ്റമാണ്, ഓക്സിജൻ ആറ്റം ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുക എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഓക്സിജൻ ആറ്റം ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുക. ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ നിൽപ്പുണ്ട്. ആ ഇലക്ട്രോൺ തീർച്ചയായിട്ടും ഈ ബോണ്ടിലേക്ക് റിപ്പൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റിപ്പൽഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബോണ്ട് ആംഗിൾ, അതായത് ഇവർക്കിടയിലുള്ള ബോണ്ട് ആംഗിൾ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ബോണ്ട് ആംഗിൾ കുറവാണ്, കാരണം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് റിപ്പല് ചെയ്തു ഈ ബോണ്ട് പെയറിലേക്ക്. അതിൻ്റെതായ ഒരു റിപ്പൽഷൻ ഉണ്ടാകും. ആ റിപ്പൽഷൻ്റെ ഫലമായിട്ട് ഇതിനൊരു ചെറിയ ഒരു ബോണ്ട് ആംഗിൾ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബോണ്ട് ആംഗിളായിട്ട് വരിക. നമുക്കിതാണ് ബോണ്ട് ആംഗിളായിട്ട് എടുക്കാൻ പറ്റുക. ഇതാണ് നമ്മുടെ ബോണ്ട് ആംഗിളായിട്ട് എടുക്കാൻ പറ്റും.
അടുത്തത് NO2 പ്ലസ് ആണ്. NO2 പ്ലസ് ആകുമ്പോൾ ഇത് NO2 പ്ലസ് ആകുമ്പോൾ നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 5 ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് NO2 പ്ലസ് ആകുമ്പോൾ നൈട്രജന് 4 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 4 ഇലക്ട്രോണെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓക്സിജനെ കൊടുക്കാം, ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഓക്സിജനെ കൊടുക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഇവിടെ റിപ്പൽ ചെയ്യുന്നതിന് വേണ്ടി നൈട്രജൻ്റെ മേളിൽ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒന്നും കിടപ്പില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ കിട്ടാൻ സാധ്യതയുള്ളത് ഇവിടെ തന്നെയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ നമുക്ക് കിട്ടുക. ഇവിടുത്തെ പ്രശ്നം മനസ്സിലായല്ലോ. ഇവിടെ ഒരു ഇലക്ട്രോൺ ചെറിയൊരു റിപ്പൽഷൻ ഈ ബോണ്ട് പെയറിലേക്ക് അപ്ലൈ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഈ ബോണ്ട് ആംഗിൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. അടുത്ത് തന്നിരിക്കുന്ന ആരാ? NO2 മൈനസ് ആണ്. NO2 മൈനസിൻ്റെ പ്രത്യേകത, നൈട്രജനിൽ ഓൾറെഡി എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 5 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിൻ്റെ അകത്ത് NO2 മൈനസ് ആകുമ്പോൾ ഒരു ഇലക്ട്രോണോട് അഡീഷണൽ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഓക്സിജനെ ഒരെണ്ണത്തിനെ കൊടുക്കാം, ഇവിടെ നമുക്ക് അടുത്ത ഓക്സിജനെ കൊടുക്കാം. പക്ഷേ പ്രശ്നം, ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ചുമ്മാ ഇരിപ്പുണ്ട്. ആ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഈ ബോണ്ട് പെയറിലേക്ക് നന്നായിട്ട് റിപ്പൽ ചെയ്യും. അങ്ങനെ നന്നായിട്ട് റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ബോണ്ട് ആംഗിൾ, ഇവിടേക്കിടയിലുള്ള ബോണ്ട് ആംഗിൾ വീണ്ടും കുറഞ്ഞു പോകും. കാരണം ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ തന്നെ ഇവരുടെ രണ്ടുപേരിലേക്കും റിപ്പൽ ചെയ്താണ് അതിൻ്റെ റീസൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയാം. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യും, ഇതിനേക്കാളും നമുക്ക് ഇതിൻ്റെ അകത്ത് ബോണ്ട് ആംഗിൾ വളരെ കുറവായിരിക്കും. കാരണം ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോണെ ബോണ്ട് പെയറിലേക്ക് റിപ്പൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഇലക്ട്രോൺ മാത്രമാണ് റിപ്പൽ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ റിപ്പൽ ചെയ്യാനുണ്ട്. ഇവിടെ ആരും റിപ്പൽ ചെയ്യാനില്ല. അപ്പോൾ ഇതിനകത്ത് ബോണ്ട് ആംഗിൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ നമുക്ക് കാണാൻ പറ്റുന്നത് NO2-ൻ്റെ കേസിൽ തന്നെയാണ്. NO2-ൻ്റെ കേസിലാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ. നമുക്ക് ബോണ്ട് ആംഗിൾ അല്ലേ ചോദിച്ചേക്കുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ വരുന്നത് NO2-ൻ്റെ കേസിൽ തന്നെയാണല്ലോ അല്ലേ? അതിൻ്റെ അകത്ത് പ്രശ്നമൊന്നും ഇല്ലല്ലോ. സോറി, NO2-ൻ്റെ കേസല്ല, NO2 പ്ലസിൻ്റെ കേസിൽ. ഓക്കെ, അതാണ് NO2-ൻ്റെ കേസിലല്ല, NO2 പ്ലസിൻ്റെ കേസിലാണ്. NO2 പ്ലസിൻ്റെ കേസിലാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ ഉള്ളത്. ബോണ്ട് ആംഗിളിൻ്റെ ഓർഡർ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ ഉള്ളത് NO2 പ്ലസിൻ്റെ കേസിലാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് NO2-ൻ്റെ കേസിലാണ്. NO2-ൻ്റെ കേസിലാണ് അവർക്കിടയിലുള്ള ബോണ്ട് ആംഗിൾ ഏറ്റവും കുറവ് ബോണ്ട് ആംഗിൾ വരുന്നത് NO2 മൈനസ്. ഇത് NO2 മൈനസ് ആണ്. NO2 മൈനസിനാണ് ഏറ്റവും കുറവ് ബോണ്ട് ആംഗിൾ ഉള്ളത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ബോണ്ട് ആംഗിൾ ഉള്ളത് NO2 പ്ലസിനാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് NO2-നാണ്, പിന്നീട് NO2 മൈനസിനാണ് ഏറ്റവും കുറവ് ബോണ്ട് ആംഗിൾ ഉള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ബോണ്ട് ആംഗിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയർ കോവലന്റ് ക്യാരക്ടർ. എല്ലാം ക്ലോറൈഡ് ആണ് തന്നിരിക്കുന്നത്. ലിഥിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അതുപോലെ തന്നെ സീഷ്യം ക്ലോറൈഡ് ആണ് തന്നിരിക്കുക. നമ്മുടെ ആൽക്കലി മെറ്റൽസിൻ്റെ ക്ലോറൈഡുകളെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ലിഥിയം ഉണ്ട്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ആൻഡ് സീഷ്യം, ഇതൊക്കെയാണ് നമ്മുടെ എലമെൻറ്റ്സ് വരിക. ഇവരുടെയൊക്കെ ക്ലോറൈഡ്, ലിഥിയത്തിൻ്റെ ക്ലോറൈഡ് ഉണ്ട്, സോഡിയത്തിൻ്റെ ക്ലോറൈഡ് ഉണ്ട്, പൊട്ടാസ്യത്തിൻ്റെ ക്ലോറൈഡ് ഉണ്ട്, റുബീഡിയത്തിൻ്റെ ക്ലോറൈഡ് തന്നിട്ടില്ല. അതിന് പകരം സീഷ്യത്തിൻ്റെ ക്ലോറൈഡ് നമുക്ക് കമ്പാരിസന് വേണ്ടി തന്നിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിലെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതിനനുസരിച്ച് കോവലന്റ് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ പീരിയോഡിക് ടേബിൾ ദ കോവലന്റ് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോവലന്റ് ക്യാരക്ടർ ഉള്ളത് ലിഥിയം ക്ലോറൈഡിനാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് സോഡിയം ക്ലോറൈഡിനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പൊട്ടാസ്യം ക്ലോറൈഡാണ്. ഏറ്റവും കുറവ് വരുന്നത് സീഷ്യത്തിൻ്റെ ക്ലോറൈഡിനായിരിക്കും. കാരണം പീരിയോഡിക് ടേബിളിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ടോപ്പ് ടു ബോട്ടത്തിൽ കോവലന്റ് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതിനനുസരിച്ച് കോവലന്റ് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ LiCl ആണ് AN തന്നിരിക്കുന്നത്. പിന്നീട് B ആണ് NaCl, KCl തരുന്നത് C ആണ്. അതുപോലെ തന്നെ സീഷ്യത്തിൻ്റെ ക്ലോറൈഡ് D ആണ്. അപ്പോൾ A ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ C ഗ്രേറ്റർ ദാൻ D. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 ആണ് 20യുടെ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാം. ഓപ്ഷൻ നമ്പർ 1 അല്ല, A ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ C ഗ്രേറ്റർ ദാൻ D. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. A greater than B greater than C greater than D. Answer is option number 3. Okay, yes. Next question. Okay, thermodynamics എന്നുള്ളൊരു ക്വസ്റ്റൻ വന്നിരിക്കുന്നത്. Which of the following options are correct എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് A, B, C, D തന്നിരിക്കുന്നു. ഡെൽറ്റ H0, ഡെൽറ്റ S0, ഡെൽറ്റ G0യുടെ വാല്യൂസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. സ്പോണ്ടേനിറ്റി ഓഫ് ദ റിയാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നിരിക്കുന്നത് ഡെൽറ്റ H0 പോസിറ്റീവ്, ഡെൽറ്റ S0 പോസിറ്റീവ്, ഡെൽറ്റ G0 പോസിറ്റീവ്, സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ. തെറ്റാണ്. ഈ സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചറിന് പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ H0, അതുപോലെ തന്നെ ഡെൽറ്റ S0, ഡെൽറ്റ G0 ആണല്ലോ തന്നിരിക്കുക. ഇത് സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ ആകണമെങ്കിൽ ഇതെല്ലാം നെഗറ്റീവ് ആയിരിക്കണം. ഇതെല്ലാം നെഗറ്റീവ്. ഡെൽറ്റ H0യും ഡെൽറ്റ S0യും ഡെൽറ്റ G0യും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ എന്ന് പറയാൻ പറ്റൂ. എങ്കിൽ സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചറാണ്. സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ, ഇതാണ് സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ എന്ന് പറയാം. എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചറാണ്.
ഇനി അടുത്തത് ഓപ്ഷൻ നമ്പർ ബിയിൽ പോസിറ്റീവ് ഡെൽറ്റ H0 പോസിറ്റീവ്, ഡെൽറ്റ S0 പോസിറ്റീവ്, ഡെൽറ്റ G0 നെഗറ്റീവ്, സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അത് കറക്റ്റാ അല്ലേ? ഡെൽറ്റ H0 പോസിറ്റീവ് വരിക, ഡെൽറ്റ S0 പോസിറ്റീവ് വരിക, ഡെൽറ്റ G0 നെഗറ്റീവ് വരിക. ഡെൽറ്റ G0 എന്തായാലും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ സ്പോണ്ടേനിയസ് ആകുള്ളൂ. അപ്പോൾ അത് സ്പോണ്ടേനിയസ് ആണ് തീർച്ചയായിട്ടും. സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ വരും, ഹൈ ടെമ്പറേച്ചർ വരും. അത് കറക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ബി കറക്റ്റാണ്. ഡെൽറ്റ H0 പോസിറ്റീവ്, ഡെൽറ്റ S0 പോസിറ്റീവ്, ഡെൽറ്റ G0 നെഗറ്റീവ്, സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ കറക്റ്റാണ്. അടുത്ത ഡെൽറ്റ H0 നെഗറ്റീവ്, ഡെൽറ്റ S0 നെഗറ്റീവ്, ഡെൽറ്റ G0 നെഗറ്റീവ്, സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ, അതും കറക്റ്റ് തന്നെയാണ്. അടുത്തത് ഡെൽറ്റ H0 പോസിറ്റീവ്, ഡെൽറ്റ S0 നെഗറ്റീവ്, ഡെൽറ്റ G0 പോസിറ്റീവ്, സ്പോണ്ടേനിയസ് ആകല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ബിയും സിയും മാത്രമാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3 B C only. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3 B C only. കിട്ടിയോ? യെസ്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 21. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നാണ് ചോദ്യം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റെൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. എക്സ്റ്റെൻഡ് ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്നാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. വോളിയം എക്സിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും വോളിയം. അതുപോലെ തന്നെ ഇയുടെ വാല്യൂം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 ആണ്. വോളിയവും ഇയും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ടെമ്പറേച്ചർ അല്ല, അവിടെ CP അല്ല, അതുപോലെ തന്നെ അവിടെ പ്രഷർ അല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. ബി ആൻഡ് ഇ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 1. നെക്സ്റ്റ്, ഫോർ ദ റിയാക്ഷൻ K is equal to 100 ദ വാല്യൂ ഓഫ് ഡെൽറ്റ G വിൽ ബി എന്നാണ് ചോദ്യം. ഡെൽറ്റ ജിയും K തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഡെൽറ്റ G ദാറ്റ് ഈസ് ഈക്വൽ ടു -2.303 RT ഇൻറ്റു ലോഗ് K എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -2.303 ഇൻറ്റു RT വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാ ഓപ്ഷനകത്ത് RT അങ്ങനെ തന്നെ കിടക്കുകയാണ്. ലോഗ് K ആണ്. K എന്ന് പറയുന്നത് 100 ആണ് തന്നിരിക്കുക, Kയുടെ വാല്യൂ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -2.303 RT ഇൻറ്റു ലോഗ് 10⁻² എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -2.303 RT ഇൻറ്റു ലോഗ് A⁻x എന്ന് പറയുമ്പോൾ x ലോഗ് A വരും. അപ്പോൾ 2 ലോഗ് 10 എന്നാണ് വരിക. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -4.606 RT എന്ന് കിട്ടും. -4.606 RT എന്ന് കിട്ടും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2 -4.606 RT. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24. ഓക്കെ, നമ്മുടെ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Consider the following gaseous equilibria with equilibrium constant K1 and K2 respectively എന്നാണ് ചോദ്യം. രണ്ട് ഡിഫറെൻറ്റ് ഇക്വിലിബ്രിയം തന്നിട്ടുണ്ട്. SO2 ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് SO3 ഗ്യാസ്. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് K1. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് K1 കേട്ടോ. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് K1. 2SO3 ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് 2SO2 പ്ലസ് O2 ആണ്. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് K2. ഇവിടെ K1 K2 തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തെന്നാണ് ചോദ്യം. ഇതിനകത്ത് ഇതിനെ ഞാൻ സെക്കൻഡ് ഇക്വിലിബ്രിയത്തിൻ്റെ ഫോമിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ സെക്കൻഡ് ഇക്വിലിബ്രിയത്തിൻ്റെ അകത്ത് SO3 എന്ന് പറഞ്ഞ സ്പീഷീസിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് തന്നിരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഇക്വിലിബ്രിയത്തിൽ SO3 കിടക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന SO3 നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അതിനൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിനെ ഒന്ന് റിവേഴ്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഇക്വിലിബ്രിയം അങ്ങ് റിവേഴ്സ് ചെയ്തിട്ട് 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇത് നമ്മൾ ത്രൂ ഔട്ട് 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2SO3 ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് 2SO2 പ്ലസ് 2/2 എന്ന് പറയുമ്പോൾ 2 2 ക്യാൻസൽ ആയി പോയിട്ട് പിന്നെ O2 മാത്രമേ ഉള്ളൂ അല്ലേ. 2 2 ക്യാൻസൽ ആയിട്ട് പിന്നെ O2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഇക്വിലിബ്രിയത്തിന് 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മൾട്ടിപ്ലൈ ചെയ്ത ടൈമിനെ ഉപയോഗിച്ച് പവർ ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഇക്വിലിബ്രിയം എന്ന് എഴുതാമല്ലോ. K1 square that is equal to 1/K2 എന്ന് എഴുതാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 വരും. K1 square that is equal to 1/K2. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രോപ്പർട്ടീസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഇതും ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. 0 ആണ്. കാരണം ഏത് റിയാക്ഷൻ്റെയും ഇനിഷ്യലി റിയാക്ടൻ്റ് മാത്രമേ കാണൂ, പ്രോഡക്റ്റ് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിൻ്റെ ഇനിഷ്യൽ നമ്പർ ഓഫ് ഓൾ നമ്മൾ 0 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാണ്, അല്ലെങ്കിൽ 0 ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മോൾ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നു. ചേഞ്ച് ഇൻ മോൾ
ചേഞ്ച് ഇൻ മോൾ എടുക്കുന്ന സമയത്ത് ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾ 1 ആണെങ്കിൽ ചേഞ്ച് ഇൻ മോൾ 1 ആൽഫ എന്ന് എടുക്കണം, 2 ആണെങ്കിൽ 2 ആൽഫ എന്ന് എടുക്കണം, 3 ആണെങ്കിൽ 3 ആൽഫ എന്ന് എടുക്കണം, സി ആണെങ്കിൽ സി ആൽഫ എന്ന് എടുക്കണം, എൻ ആണെങ്കിൽ എൻ ആൽഫ എന്ന് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ബിയുടെ ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾ 2 ആയതുകൊണ്ട് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾ ഞാൻ 2 ആൽഫ എന്നങ്ങ് അസ്യൂം ചെയ്യാണ്. 2 ആൽഫ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുക, ദാറ്റ് മീൻസ് ഡിക്രീസ് ആണ് ചെയ്തത്. ആ ഡിക്രീസ് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തതേ ഉള്ളൂ. ആ നെഗറ്റീവ് സൈൻ്റെ മീനിങ് ഇവിടുന്ന് ഡിക്രീസ് ചെയ്ത് പോയി എന്നുള്ളൊരു മീനിങ് മാത്രമാണ് ഉള്ളത്. ഇനി 2 മോൾ എ ബി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മോൾ A2 മാത്രമേ കിട്ടൂ. 2 മോൾ എ ബിക്കകത്ത് നിന്ന് 1 മോൾ A2 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 2വിൻ്റെ പകുതിയാണ് കിട്ടുന്നത്. അപ്പോൾ 2 ആൽഫ റിയാക്ട് ചെയ്താൽ 2 ആൽഫ ബൈ 2 അഥവാ ആൽഫ മാത്രമേ ഇവിടെ കിട്ടൂ. അതേപോലെ തന്നെ 2 മോൾ എ ബി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മോൾ B2 ആണ് കിട്ടുക. 2 മോൾ എ ബി റിയാക്ട് ചെയ്താൽ 1 മോൾ B2 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ 2 ആൽഫ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും 2 ആൽഫ ബൈ 2 അതിൻ്റെ പകുതിയെ കിട്ടും. ദാറ്റ് മീൻസ് ആൽഫയെ കിട്ടും. ഇക്വിലിബ്രിയത്തിലെ നമ്പർ ഓഫ് മോൾ എത്രയായിരിക്കും? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴുള്ള നമ്പർ ഓഫ് മോൾ എത്രയായിരിക്കും? ഇനിഷ്യലി 2 ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് 2 ആൽഫ പോയി, ബാലൻസ് ഉള്ളത് 2 മൈനസ് 2 ആൽഫ അവിടെ ഉണ്ടാവും. ഇനിഷ്യലി 0 ആയിരുന്നു, ആൽഫ ഫോം ചെയ്തു. ഇനിഷ്യലി 0 ആയിരുന്നു, അവിടെ ആൽഫ ഫോം ചെയ്തു. അങ്ങനെ നമുക്ക് ഇക്വിലിബ്രിയത്തിലെ ഓരോരുത്തരുടെയും നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇനി കെ പിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ കെ പി എഴുതാം. ഇവിടെ നമ്മൾ കെ പി എഴുതുകയാണെങ്കിൽ കെ പി ദാറ്റ് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് A2 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് B2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ ബിയുടെ സ്ക്വയർ എന്ന് വരും. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇവിടെ ഓരോരുത്തരുടെയും പാർഷ്യൽ പ്രഷർ കിട്ടി. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താലേ നമുക്ക് അതിനെ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം നമുക്ക് ഓരോരുത്തരുടെയും പാർഷ്യൽ പ്രഷർ എത്രയാണെന്ന് അറിയില്ല. എല്ലാവരുടെയും ഇക്വിലിബ്രിയത്തിലെ നമ്പർ ഓഫ് മോൾ മാത്രമേ നമുക്കറിയൂ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോളിനെ പാർഷ്യൽ പ്രഷറിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയാണ് നമ്മൾ ഡാൾട്ടൻ്റെ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അദ്ദേഹം പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് എനി ഗ്യാസ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ് ഇൻറ്റു ടോട്ടൽ പ്രഷർ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. അതും പ്രകാരം ഞാനിവിടെ എഴുതുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് A2 ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് A2 ഇൻറ്റു പി ടോട്ടൽ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് A2 കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് A2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ N ടോട്ടൽ നമ്പർ ഓഫ് മോളെ ഇൻറ്റു പി ടോട്ടൽ. നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇതിൻ്റെ അത് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് A2 എന്ന് പറയുന്നത് ആൽഫയാണ്. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇക്വിലിബ്രിയത്തിലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് A2 ആൽഫയാണ്. ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ബാലൻസ് കിടക്കുന്ന ആൾക്കാരുടെ നമ്പർ ഓഫ് മോളും ഫോം ചെയ്ത ആൾക്കാരുടെ നമ്പർ ഓഫ് മോളും എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾ കിട്ടും. അങ്ങനെയെങ്കിൽ 2 മൈനസ് 2 ആൽഫ പ്ലസ് ഇത് 2 മൈനസ് 2 ആൽഫ ഫോം ചെയ്ത ആൽഫ അടുത്ത ഫോം ചെയ്ത ആൽഫ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾ നമുക്ക് കിട്ടും ഇൻറ്റു പി ടോട്ടൽ. അങ്ങനെ തന്നെ അവിടെ കൊടുത്തേക്കണം പി ടോട്ടൽ. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 2 ആൽഫ ഈ 2 ആൽഫ മൈനസ് 2 ആൽഫ ഈ പ്ലസ് 2 ആൽഫയും കൂടെ ചേർന്ന് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് A2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പി ടോട്ടൽ എന്നാണ് കിട്ടുക. ആൽഫ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പി ടോട്ടൽ. ഇതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പാർഷ്യൽ പ്രഷർ ഓഫ് B2 കണ്ടുപിടിക്കേണ്ടി വരും. പാർഷ്യൽ പ്രഷർ ഓഫ് B2 ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് B2 ഇൻറ്റു പി ടോട്ടൽ ആണ്. പി ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഓഫ് B2 കിട്ടാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് B2 ഇക്വിലിബ്രിയത്തിൽ ആൽഫ ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ കിട്ടാൻ വേണ്ടിയിട്ട് 2 മൈനസ് 2 ആൽഫ പ്ലസ് ആൽഫ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. പ്ലസ് ആൽഫ ഇൻറ്റു പി ടോട്ടൽ. ഇവിടെ നമുക്ക് ആൽഫ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പി ടോട്ടൽ എന്ന് തന്നെയാണ് കിട്ടുക. അങ്ങനെ രണ്ടാമത്തെ ആളുടെയും പാർഷ്യൽ പ്രഷർ കണ്ടുപിടിച്ചു. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് AB2 നമുക്ക് ഇതേപോലെ തന്നെ കണ്ടുപിടിക്കണം. പാർഷ്യൽ പ്രഷർ ഓഫ് AB ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് AB എന്ന് പറയുന്നത് 2 മൈനസ് 2 ആൽഫ ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ 2 മൈനസ് 2 ആൽഫ പ്ലസ് ആൽഫ ഇൻറ്റു പി ടോട്ടൽ ആണ് വരിക. ഇത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 ആൽഫ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പി ടോട്ടൽ എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യമായ എല്ലാവരുടെയും പാർഷ്യൽ പ്രഷർ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ കിട്ടിയിരിക്കുന്ന പാർഷ്യൽ പ്രഷർ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇക്വേഷൻ നമ്പർ 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. പുട്ട് ദ വാല്യൂസ് ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ പി ദാറ്റ് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് A2 ഇവിടെ ഉണ്ട്. എത്രയാണ്? ആൽഫ ബൈ 2 ഇൻറ്റു പി ടോട്ടൽ ഇൻറ്റു ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് B2 അതും കിട്ടിയായിരുന്നു. എത്ര? ആൽഫ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പി ടോട്ടൽ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഇടാം. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ എ ബിയുടേത് നമുക്ക് കിട്ടിയത് 2 മൈനസ് 2 ആൽഫ ഡിവൈഡ് 2 മൈനസ്
2 ആൽഫ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പി ടോട്ടൽ അതിൻ്റെ ഹോൾ സ്ക്വയർ വരും. കാരണം ഇവിടെ എ ബിയുടെ സ്ക്വയർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരും. ഇനി അത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് അങ്ങ് സ്ക്വയർ ചെയ്യാമല്ലേ. അങ്ങനെയെങ്കിൽ കെ പി ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 2 ഇൻറ്റു പി ടോട്ടലിൻ്റെ ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ അകത്ത് 2 എല്ലായിടത്തും കട്ട് ചെയ്ത് കളാം. 2 എല്ലായിടത്തും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് ആൽഫ ഇൻറ്റു പി ടിയുടെ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ പി ടി സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കെ പി ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 2 ഇൻറ്റു 1 മൈനസ് ആൽഫ അല്ലേ. ആൽഫയുടെ അതിൻ്റെ ഹോൾ സ്ക്വയറിലേ വരിക, അതിൻ്റെ ഹോൾ സ്ക്വയറാണ്, കാരണം രണ്ടിടത്തും സ്ക്വയർ ഉണ്ട്. ആൽഫ ബൈ 2 ഇൻറ്റു 1 മൈനസ് ആൽഫയുടെ ഹോൾ സ്ക്വയർ എന്ന് വരും. നമുക്ക് ആ സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് കെ പി ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 2 ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 2 റൂട്ട് കെ പി ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്ന് എഴുതാം. ഇനി ഒന്ന് റെസിപ്രോക്കൽ രണ്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ 1/2 റൂട്ട് കെ പി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് എഴുതാം. രണ്ട് സൈഡിലും നമ്മൾ റെസിപ്രോക്കൽ എടുത്തതാണ്. ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ 1/2 റൂട്ട് കെ പി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ആൽഫ, ഇത് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ 1 ബൈ ആൽഫ മൈനസ് ആൽഫ ബൈ ആൽഫ എന്ന് പറയുമ്പോൾ -1 വരും. ഈ -1 ഇപ്പുറത്തേക്ക് മാറ്റുവാണെങ്കിൽ നമുക്ക് 1 ബൈ ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് കെ പി പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. ഈ -1 ഇപ്പുറത്തേക്ക് മാറ്റിയാൽ +1 വരുമല്ലോ. അതിനെ നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആക്കാം. കോമൺ ഡിനോമിനേറ്റർ ആക്കുകയാണെങ്കിൽ 1 ബൈ ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 റൂട്ട് കെ പി ഓൾ ഡിവൈഡഡ് ബൈ 2 റൂട്ട് കെ പി എന്ന് വരുമല്ലോ. 2 റൂട്ട് കെ പി എന്ന് പറയുന്നത് 1 ബൈ ആൽഫയുടെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് കെ പി, ഒന്നുകൂടെ റെസിപ്രോക്കൽ എടുത്തേ, 2 റൂട്ട് കെ പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 റൂട്ട് കെ പി എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. 2 റൂട്ട് കെ പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 റൂട്ട് കെ പി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. 2 റൂട്ട് കെ പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 റൂട്ട് കെ പി. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. 2 റൂട്ട് കെ പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 റൂട്ട് കെ പി. ഓക്കെ, യെസ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അത് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒന്ന് പഠിച്ച് പോയിക്കൊള്ളുക കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. C plus CO2 is in equilibrium with 2CO. At equilibrium, 25% of the CO2 got converted into CO. If the equilibrium pressure was 12 atmosphere, the partial pressure of CO2 at equilibrium was എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന equilibrium C plus CO2 is in equilibrium with 2CO എന്നാണ് തന്നിരിക്കുന്നത്. 2CO. ഇതിനകത്ത് ഇത് സോളിഡ് ആണ്, ഇത് ഗ്യാസ് ആണ്, അടുത്തയാൾ ഗ്യാസ് തന്നെയാണ്, ഗേഷ്യസ് ഫോമിലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്പർ ഓഫ് മോൾ എടുക്കാം. ഇനിഷ്യൽ മോൾ എടുത്തേക്കാം. ഇനിഷ്യൽ മോൾ എടുക്കുകയാണ്. ഇനിഷ്യൽ മോൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 1 മോളാണ്. കാർബൺ ഡൈ ഓക്സൈഡ് 1 മോളാണ്. ഇത് ഇനിഷ്യലി എന്തായാലും ഇല്ല, കാരണം ഇനിഷ്യലി റിയാക്ടൻ്റ് മാത്രമേ ഉള്ളൂ, പ്രോഡക്റ്റ് ഇനിഷ്യലി ഇല്ല. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മോളാണ്. ചേഞ്ച് ഇൻ മോൾ എടുക്കാൻ പോവാണ്. ചേഞ്ച് ഇൻ മോൾ എടുത്തു കഴിഞ്ഞാൽ ഇത് മൈനസ് ആൽഫ ആണ്, ഇതും മൈനസ് ആൽഫ ആണ്. ആ സമയത്ത് ഇവിടെ 2 ആൽഫ ഉണ്ടാകും, കാരണം 1 മോൾ സിയും 1 മോൾ CO2 റിയാക്ട് ചെയ്താൽ 2 മോൾ സിയും ആണ് ഫോം ചെയ്യുക. അപ്പോൾ ആൽഫ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 ആൽഫ ഫോം ചെയ്യും. അങ്ങനെയെങ്കിൽ ഇക്വിലിബ്രിയത്തിലെ മോള് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇക്വിലിബ്രിയം മോള് 1 മൈനസ് ആൽഫയെ, ഇനിഷ്യലി 1 ഉണ്ടായിരുന്ന ആൽഫ പോയി, ഇത് 1 ഉണ്ടായിരുന്ന ആൽഫ പോയി, ഇത് 0 ആയിരുന്നു, 2 ആൽഫ ഫോം ചെയ്തു. ഇതൊക്കെ നഷ്ടപ്പെട്ടതാണ്, അത് ഫോം ചെയ്തതാണ്. ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്, അറ്റ് ഇക്വിലിബ്രിയം 25% ഓഫ് CO2 ഗോട്ട് കൺവേർട്ടഡ് ഇൻ ടു 0 എന്നാണ് തന്നിരിക്കുക. അപ്പോൾ CO2 കൺവേർട്ട് ചെയ്തത് അഥവാ ചേഞ്ച് ചെയ്തത് ആൽഫയാണ് അല്ലേ. കൺവേർട്ട് ചെയ്ത CO2 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത CO2 അത് ആൽഫയാണ്. അതിൻ്റെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. പെർസെൻറ്റേജ് ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് മാറ്റാൻ ബൈ 100 ചെയ്താൽ മതി. അപ്പോൾ 0.25 എന്ന് നമുക്ക് കിട്ടും. ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 എന്ന് കിട്ടും. ആ വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1 മൈനസ് 0.25, കാരണം എല്ലാ ആൽഫയും 0.25 തന്നെയാണ്. അപ്പോൾ 1 മൈനസ് 0.25, ഇത് 2 ഇൻറ്റു 0.25. 1 മൈനസ് 0.25 എന്ന് പറയുമ്പോൾ 0.75 വരും. 0.75
ഇതും 0.75, ഇത് 2, ഇത് 0.5 എന്ന് വരും. 2 × 0.25 0.5 എന്ന് വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇഫ് ദ ഇക്വിലിബ്രിയം പ്രഷർ വാസ് 12 atmosphere, ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് അറ്റ് ഇക്വിലിബ്രിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡാൾട്ടന്റെ ലോ തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻറ്റു ടോട്ടൽ പ്രഷർ ആണ്, പി ടോട്ടൽ. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ എടുക്കുന്ന സമയത്ത് പ്രഷർ തരാൻ കഴിവുള്ള ആൾക്കാരുടെ നമ്പർ ഓഫ് മോൾ മാത്രം പരിഗണിച്ചാൽ മതി. ഈ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗേഷ്യസ് ഫോമിലുള്ള ആൾക്കാർക്ക് മാത്രമാണ്. അവിടെ കാർബണിൻ്റെ നമ്പർ ഓഫ് മോൾ നിങ്ങൾ കൗണ്ട് ചെയ്യാൻ പോകരുത്. കാരണം കാർബൺ സോളിഡ് ആണ്. സോളിഡിന് പ്രഷർ അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവില്ല. ഗേഷ്യസ് ഫോമിലുള്ള ആൾക്കാരാണ് പ്രഷർ എക്സൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾ എടുക്കുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് മാത്രം നമ്മൾ എടുത്താൽ മതി. ടോട്ടൽ പ്രഷർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 12 atmosphere എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതും കൂടെ എടുത്തേക്കുക. ഇനി ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ കാർബണിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് കാർബണിൻ്റെ നമ്പർ ഓഫ് മോൾ എടുക്കാൻ പോകരുത്. കാരണം അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാർബൺ സോളിഡ് എന്ന ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സോളിഡിന് പ്രഷർ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാർബണിൻ്റെ നമ്പർ ഓഫ് മോൾ നിങ്ങൾ ഇതിനുള്ളിൽ ഉൾപ്പെടുത്തരുത്, അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈക്വിലിബ്രിയത്തിൽ എത്രയാണ്? 0.75 ആണ്. 0.75 ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ എടുക്കുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾ ഈക്വിലിബ്രിയത്തിൽ 0.75 പ്ലസ് കാർബൺ മോണോക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾ 0.5 ഇൻറ്റു ടോട്ടൽ പ്രഷർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ്. ഈക്വിലിബ്രിയത്തിലെ പ്രഷറാണ് ഈ ടോട്ടൽ പ്രഷർ കൊണ്ട് മീൻ ചെയ്യുക. പ്രഷർ വാസ് 12 atmosphere, ഈക്വിലിബ്രിയത്തിലെ പ്രഷറാണ്. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 7.2 atmosphere നമുക്ക് ആൻസർ കിട്ടും. 7.2 atmosphere, ദാറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, 7.2 atmosphere. ഓക്കെ, അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈക്വിലിബ്രിയം ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. ഇതിനകത്തൊക്കെയാണ് ഡാൾട്ടന്റെ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ ഇത്തരം ക്വസ്റ്റൻസ് നമുക്ക് പലപ്പോഴും ആൻസറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഡാൾട്ടന്റെ ലോ ഒക്കെ ജസ്റ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന കാര്യം ഒന്ന് ഓർത്തോണം കേട്ടോ. ഓക്കെ, പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കുന്നിടത്തെല്ലാം ഡാൾട്ടന്റെ ലോയിലെ പാർഷ്യൽ പ്രഷർ ഓഫ് എനി ഗ്യാസ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ് ഇൻറ്റു ടോട്ടൽ പ്രഷർ എന്ന് പറയുന്ന ഇക്വേഷൻ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ. നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്പർ 27. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 27. Suppose the solubility of AgCl in water in 0.01 molar CaCl2 solution, in 0.01 molar NaCl solution and 0.05 molar AgNO3 solution at the same temperature are S1, S2, S3 and S4 respectively. The correct order of these solubility is എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, AgCl ഒരു സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് ആണ്. AgCl ഒരിക്കലും കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യില്ല, ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. വാട്ടറിലേക്ക് ആഡ് ചെയ്താലും അത് Ag+Cl- അയോണുകളുമായിട്ട് ഈക്വിലിബ്രിയത്തിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. അതൊരു സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് ആണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഓരോരോ കേസുകളായിട്ട് എടുത്തു നോക്കാം. ആദ്യം ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ AgClനെ നമ്മൾ എങ്ങോട്ടേക്ക് എടുത്തിടുന്നു പറഞ്ഞിരിക്കുന്നത്, വാട്ടറിലേക്ക് എടുത്തിടുന്നു എന്നാണ് ക്വസ്റ്റിൻ്റെ അകത്ത് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വാട്ടറിലേക്ക് എടുത്തിടുന്നു. നമുക്കറിയാം AgCl അയണൈസ് ചെയ്താൽ Ag+Cl- അയോണുകളാണ് കിട്ടുക. വാട്ടർ അയണൈസ് ചെയ്താൽ Ag+ഓ Cl- കിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് AgClന് തരാൻ കഴിവുള്ള ഒരു അയോണിനെ പോലും വാട്ടറിന് തരാൻ പറ്റുന്നില്ല. ഇവിടെ കോമൺ ആയിട്ട് ഒരു അയോണും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നോ കോമൺ അയോൺ, നോ കോമൺ അയോൺ, നോ കോമൺ അയോൺ. ഈ സമയത്തുള്ള സോലുബിലിറ്റി S1 ആണ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ കോമൺ അയോണിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, കോമൺ അയോൺ എന്നതിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇത്തരം ഈക്വിലിബ്രിയം ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും, ഇല്ലെങ്കിൽ എൻ്റെ ഫോർവേഡ് ഡയറക്ഷനെ സ്റ്റോപ്പ് ചെയ്യും. ഇതിൻ്റെ ഈ ഈക്വിലിബ്രിയത്തിൻ്റെ, ഇതുപോലെയുള്ള ഈക്വിലിബ്രിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോലുബിലിറ്റി ഈക്വിലിബ്രിയം. സോലുബിലിറ്റി ഈക്വിലിബ്രിയത്തിൻ്റെ ഫോർവേഡ് ഡയറക്ഷനെ വിളിക്കുന്ന പേര് ഡിസൊല്യൂഷൻ എന്നും ബാക്ക്വേർഡ് ഡയറക്ഷനെ വിളിക്കുന്ന പേര് പ്രസിപ്പിറ്റേഷൻ എന്നുമാണ്. ഈ കോമൺ അയോണിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പ്രസിപ്പിറ്റേഷൻ കൂടുതലായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിസൊല്യൂഷൻ കുറഞ്ഞു പോകും. കോമൺ അയോൺ ഉണ്ടെങ്കിൽ ഡിസൊല്യൂഷൻ കുറഞ്ഞു പോകും. ഓക്കെ, ഇതിൽ തന്നെ കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടും തോറും ഡിസൊല്യൂഷൻ കുറഞ്ഞു പോകും. കോമൺ അയോൺ ഉണ്ടെങ്കിൽ തന്നെ ഡിസൊല്യൂഷൻ കുറഞ്ഞു പോകും. കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടും തോറും ഡിസൊല്യൂഷൻ അഥവാ സോലിബിലിറ്റി കുറഞ്ഞു വരും. ഇതാണ് എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുക. കോമൺ അയോൺ ഉണ്ടെങ്കിൽ സോലിബിലിറ്റി കുറയും. കോമൺ അയോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ സോലിബിലിറ്റി അഗെയിൻ ഡിക്രീസ് ചെയ്യപ്പെടും. അതാണ് എൻ്റെ കൺസെപ്റ്റ്. ഇവിടെ എന്തായാലും കോമൺ അയോൺ ഇല്ല. കാരണം AgClന് തരാൻ കഴിവുള്ള ഒരു അയോണെ പോലും വാട്ടർ തരില്ല. അവിടെ കോമൺ അയോൺ ഇല്ല. ആ സമയത്തുള്ള സോലിബിലിറ്റിയാണ് S1 എന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു. അത് നല്ല രീതിയിൽ അതിന് തരാൻ പറ്റുന്നതിൽ മാക്സിമം സോലിബിലിറ്റി ആ സമയത്ത് തരും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് AgCl ഇൻ വാട്ടർ ഇൻ 0.01 മോളാർ CaCl2. രണ്ടാമത് AgClനെ നമ്മൾ ആഡ് ചെയ്യുന്നത് CaCl2ൻ്റെ അകത്തേക്കാണ്. ഒരു ബീക്കറിൻ്റെ അകത്ത് CaCl2 എടുത്തിരിക്കുകയാണ്.
ഈ CaCl2ൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് CaCl2 അയണൈസ് ചെയ്യും. CaCl2 അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ Ca2+ കിട്ടും, അതുപോലെ തന്നെ 2 Cl- അയോണും തരും. ഇവിടെ ഇനിഷ്യലി എടുത്തിരിക്കുന്ന CaCl2 എന്ന് പറയുന്നത് 0.01 മോളാറാണ്. 0.01 മോളാറാണ്. ആ സമയത്ത് ഇവർ രണ്ടുപേരും ഇല്ല. ഈ CaCl2 ഒക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി CaCl2 അവിടെ ഉണ്ടാവില്ല, 0. ഇത് ഒരു CaCl2ന് ഒരു Ca2+ കിട്ടുമെങ്കിൽ 0.01ന് 0.01 Ca2+ തരാൻ പറ്റും. ഒരു CaCl2ന് 2 Cl- തരുമെങ്കിൽ ഒരു CaCl2 2 Cl- പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ 0.01ന് 2 × 0.01 അഥവാ 0.02 മോൾ Cl- പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അവിടെ കോമൺ അയോൺ ഉണ്ട്. ആരാ കോമൺ അയോൺ? AgCl അയണൈസിൽ കിട്ടുന്ന Cl- തരാൻ CaCl2നും പറ്റും. അവിടെ കോമൺ അയോൺ ഉണ്ട്. കോമൺ അയോൺ ഉണ്ട്. കോമൺ അയോൺ ഈസ് Cl- ആണ്. കോൺസെൻട്രേഷൻ ഓഫ് Cl- എന്ന് പറയുന്നത് 0.02 മോൾ പെർ ലിറ്റർ ആണ്. മൊളാരിറ്റി 0.02 മോളാർ. ഈ സമയത്തുള്ള അതിൻ്റെ സോലിബിലിറ്റിയാണ് S2 എന്ന് പറയുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം S1ഉം S2ഉം തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ S1 ആയിരിക്കും സോലിബിലിറ്റി കൂടുതൽ. കാരണം ഇവിടെ കോമൺ അയോൺ ഉണ്ട്. കോമൺ അയോൺ ഉണ്ടെങ്കിൽ സോലിബിലിറ്റി കുറഞ്ഞു പോകും. കോമൺ അയോണിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യപ്പെടും. ഇവിടെ കോമൺ അയോൺ ഇല്ല. അതുകൊണ്ട് S1ൻ്റെ സോലിബിലിറ്റി വളരെ കൂടുതലും, ഇവിടെ കോമൺ അയോൺ ഉള്ളത് കൊണ്ട് S2ൻ്റെ സോലിബിലിറ്റി S1നേക്കാളും കുറവുമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത എങ്ങോട്ടേക്ക് എടുത്തിടുക? 0.01 മോളാർ NaCl-ലേക്കാണ് ആഡ് ചെയ്യുക. AgCl-നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ബീക്കറിനുള്ളിൽ എടുത്തിരിക്കുന്ന NaCl-നുള്ളിലേക്കാണ്. NaCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അതും കംപ്ലീറ്റ് അയണൈസ് ചെയ്യും. NaCl കംപ്ലീറ്റ് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Na+Cl- അയോണുകളാണ് കിട്ടുക. ഇവിടെ ഇനിഷ്യലി എടുത്തിരിക്കുന്ന NaCl-ന്റെ കോൺസെൻട്രേഷൻ 0.01 മോളാർ തന്നെയാണ്. 0.01 മോളാർ. ആ സമയത്ത് രണ്ടുമില്ല. ഇത് ഫൈനലി കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് 0 ആകും. ഒന്നിന് 1 വീതം കിട്ടുമെങ്കിൽ 0.01 വീതം ഇവിടെ കിട്ടും. ഇവിടെയും കോമൺ അയോൺ ഉണ്ട്. ആരാണ് കോമൺ അയോൺ? AgCl പ്രൊഡ്യൂസ് ചെയ്യുന്ന Cl- തന്നെ NaCl പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് കോമൺ അയോൺ ഈസ് Cl- ആണ്. Cl- ആണ് അവിടുത്തെ കോമൺ അയോൺ. ആ കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? കോൺസെൻട്രേഷൻ ഓഫ് Cl- ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 ഉള്ളൂ. ആ സമയത്തുള്ള സോലിബിലിറ്റിയാണ് S3 എന്ന് പറയാം. ഇനി നോക്കിക്കേ, S2ൻ്റെ കേസിലും S3യുടെ കേസിലും കോമൺ അയോൺ ഉണ്ട്. S2ൻ്റെ കേസിലും S3യുടെ കേസിലും കോമൺ അയോൺ ഉണ്ട്. കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് S2ൻ്റെ കേസിലാണ്. അതുകൊണ്ട് തന്നെ S2ൻ്റെ സോലിബിലിറ്റി S3യേക്കാളും കുറവായിരിക്കും. കാരണം കോമൺ അയോൺ ഉണ്ടെങ്കിൽ തന്നെ സോലിബിലിറ്റി കുറയും. കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും സോലിബിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ സോലിബിലിറ്റി വീണ്ടും അതിനേക്കാളും കുറവായിരിക്കും. ഇനി അടുത്തത് എന്താണ്? 0.05 മോളാർ AgNO3-ക്കകത്തേക്കാണ് AgCl-നെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ AgCl എടുക്കുന്നു. AgCl നേരെ ഒരു ബീക്കറിനകത്ത് AgNO3 എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. AgNO3 എടുക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഈ AgNO3യുടെ പ്രത്യേകത എന്ന് പറയുന്നതും AgNO3 കംപ്ലീറ്റ് അയണൈസ് ചെയ്തിട്ട് Ag+NO3- അയോണുകളായിട്ട് മാറും. Ag+NO3- അയോണുകളായിട്ട് മാറും. അവിടെ കോമൺ അയോൺ ഉണ്ട്. കാരണം AgCl-ന് Ag+ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. AgNO3-ക്കും Ag+ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അവിടെയും കോമൺ അയോൺ ഉണ്ട്. അതിൻ്റെ കോൺസെൻട്രേഷൻ എത്ര തന്നിരിക്കുന്നത്? AgNO3-യുടെ കോൺസെൻട്രേഷൻ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 0.05 മോളാർന്ന് തന്നിരിക്കുക. അപ്പോൾ ഇത് ഇനിഷ്യലി 0.05 മോളാർ ഉണ്ടായിരുന്നു. ആ സമയത്ത് രണ്ടും ഇല്ല. ഫൈനലി അത് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് 0 ആകും. അവിടെ 0.05 മോളാർ വീതം രണ്ടും കിട്ടും. കാരണം 1 എടുത്തപ്പോൾ 1 വീതമാണ് കിട്ടിയത്. അപ്പോൾ 0.05 എടുത്താൽ 0.05 തന്നെ വീതം കിട്ടും. അപ്പോൾ കോമൺ അയോൺ ഈസ് Ag+ ആണ്. ആ Ag+ന്റെ കോൺസെൻട്രേഷൻ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 0.05 എന്നാണ്. കോൺസെൻട്രേഷൻ ഓഫ് Ag+ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 മോളാർ എന്നാണ്. ആ സമയത്തുള്ള സോലിബിലിറ്റിയാണ് S4 എന്ന് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുക. കോമൺ അയോൺ ഉണ്ടെങ്കിൽ തന്നെ സോലിബിലിറ്റി കുറയും. കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും സോലിബിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്ത് കോമൺ അയോൺ ഇല്ലാത്തൊരു കേസുണ്ട്. അതേതാണ്? S1 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സോലിബിലിറ്റി ഉള്ളത് S1-നായിരിക്കും. ഈ 3 കേസിലും കോമൺ അയോൺ ഉണ്ട്. ഇതിൽ ഏറ്റവും കുറവ് കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളത് S3യുടെ കേസിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സോലിബിലിറ്റി S3-ലായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് S2 ആണ്. ഏറ്റവും കോമൺ അയോൺ ഉള്ളത് S4-ൻ്റെ കേസിലാണ്. അതുകൊണ്ട് ഏറ്റവും സോലിബിലിറ്റി കുറവുള്ളതും S4-ൻ്റെ കേസിലായിരിക്കും എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ S1, S3, S2, S4. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് നിങ്ങൾ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ S1, S3, S2, S4. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. കോമൺ അയോണിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യപ്പെടും. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റനാണ്. ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ആ ഐഡിയ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്പർ 28. The ratio of the pH of a solution A containing 1 mole each of CH3CONA and HCl in 1 liter and
B containing 1 mole each of CH3COH and CH3COONA in 1 liter is എന്നാണ് ചോദ്യം. അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് സൊല്യൂഷനെ കുറിച്ച് സംസാരിക്കാം. The ratio of the pH of a solution A containing 1 mole each of CH3CONA and HCl ആണ്. CH3COONA സോഡിയം അസറ്റേറ്റ്, അതൊരു സോൾട്ട് ആണ്. കാരണം അതിന് H പ്ലസ് OH മൈനസ് ഒന്നും റിലീസ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് സോൾട്ട് ആണ്. അതിന് HCl ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ റിയാക്ഷൻ നടന്നിട്ട് നമുക്കവിടെ കിട്ടുന്നത് CH3COOH കിട്ടും, CH3COOH കിട്ടും, അതുപോലെ തന്നെ NaCl ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് CH3COH ആണ്. CH3COH എന്ന് പറഞ്ഞൊരു വീക്ക് ആസിഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. വീക്ക് ആസിഡ് ആണ്. ഇപ്പോൾ ഇത് 1 മോൾ വീതമാണ്. ഇത് 1 മോൾ എടുത്തു, ഇത് 1 മോൾ എടുത്തു. ആ സമയത്ത് ഇത് രണ്ടും 0 ആയിരുന്നു. ഫൈനലി ഇത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് പോകും. ഇത് ഓരോ മോൾ വീതം ഉണ്ടാകും. 1 മോൾ പെർ ലിറ്റർ വീതം ഉണ്ടാവും. 1 ലിറ്ററിൻ്റെ അകത്താണ്. അപ്പോൾ കോൺസെൻട്രേഷൻ വരുന്നത് 1 മോൾ പെർ ലിറ്റർ വീതം ഉണ്ടാവും. ഈ CH3COH ഒരു വീക്ക് ആസിഡ് ആണല്ലോ. വീക്ക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എത്രയാണ്? 4A വീക്ക് ആസിഡ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു C ആൽഫ ആണ്. വീക്ക് ആസിഡിൻ്റെ കേസിലെ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് C ആൽഫ ആണ്. വീക്ക് ബേസിൻ്റെ കേസിലെ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസും C ആൽഫ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ആൽഫയ്ക്ക് പകരം നമുക്ക് റൂട്ട് ഓഫ് KA/C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ C അങ്ങനെ തന്നെ താഴേക്ക് എഴുതി. ആൽഫയ്ക്ക് പകരം ഞാൻ റൂട്ട് ഓഫ് KA/C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം നമ്മൾ പഠിക്കുന്നുണ്ട് ആൽഫ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് KA/C. ഈ C റൂട്ടിനകത്തേക്ക് മാറ്റുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് KA ഇൻറ്റു C സ്ക്വയർ ഡിവൈഡഡ് ബൈ C എന്ന് വരും. കാരണം റൂട്ടിനകത്ത് വരുന്നത് C സ്ക്വയർ ആണ്. ഓരോ C വെട്ടിപ്പോകും. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു KA ഇൻറ്റു C റൂട്ടിന് പകരം ഓൾ റേസ് ടു 1/2 എന്ന് കൊടുക്കാം. എങ്കിൽ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ pH ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണല്ലോ. നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസിന് പകരം KA ഇൻറ്റു C ഓൾ റേസ് ടു 1/2 എന്ന് കൊടുക്കാം. ഇത് ലോഗ് A റേസ് ടു X ഫോമിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു ലോഗ് KA ഇൻറ്റു C വരും. അതിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നത് 1 ആണ്. കാരണം ആസിഡ് 1 മോൾ പെർ ലിറ്റർ ആണ്. 1 മോൾ പെർ ലിറ്റർ ആണ്. സോ കോൺസെൻട്രേഷൻ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു pH ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ 1/2 ഇങ്ങനെ എടുത്തിട്ട് ഈ മൈനസ് അകത്തേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ മൈനസ് ലോഗ് KA എന്ന് എഴുതിക്കൂടെ? ഈ മൈനസ് അകത്തേക്ക് മാറ്റിയത്. അപ്പോൾ മൈനസ് ലോഗ് KA ആണ്. അതേ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്തുണ്ടാകുന്ന സോൾട്ടും കൂടെയാണ് മിക്സ് ചെയ്തിരിക്കുക. ഒരു വീക്ക് ആസിഡും അതേ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്തുണ്ടാകുന്ന സോൾട്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് അസിഡിക് ബഫർ ആയിരിക്കും. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ദിസ് കോമ്പിനേഷൻ വിൽ ഗീവ് ആൻ അസിഡിക് ബഫർ. ഇത് കഴിഞ്ഞാൽ 1 മോൾ പെർ ലിറ്റർ ആണ് എൻ്റെ കോൺസെൻട്രേഷൻ വരിക. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് 1 മോൾ പെർ ലിറ്റർ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് 1 മോൾ പെർ ലിറ്റർ ആണ്. കാരണം രണ്ടുപേരും 1 മോൾ ഈച്ച് ആണ് എടുത്തിരിക്കുന്നത്. രണ്ടുപേരും 1 ലിറ്ററിൽ വേണം. അപ്പോൾ 1 മോൾ പെർ ലിറ്റർ ആണ് രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ വരിക. അങ്ങനെയെങ്കിൽ pH ദാറ്റ് ഈസ് ഈക്വൽ ടു pKa പ്ലസ് ലോഗ് 1 ആണ്. ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് pH ഈസ് ഈക്വൽ ടു pKa എന്ന് കിട്ടും. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. അങ്ങനെ നമ്മൾ സൊല്യൂഷൻ എയുടെയും സൊല്യൂഷൻ ബിയുടെയും pH വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സൊല്യൂഷൻ എയുടെ pH വാല്യൂ ഹാഫ് ഓഫ് pKaയും സൊല്യൂഷൻ ബിയുടെ pH വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു pKa എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ഇതിനെ pH ഓഫ് എ എന്നും ഇതിനെ ഞാൻ pH ഓഫ് ബി എന്നും വിളിക്കുകയാണ്. അപ്പോൾ pH ഇവരുടെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. pH ഓഫ് എ ബൈ pH ഓഫ് ബി കിട്ടാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 1/2 ചെയ്താൽ മതി. ഇക്വേഷൻ നമ്പർ 1/2 ചെയ്ത് കഴിഞ്ഞാൽ pH ഓഫ് എ ഡിവൈഡഡ് ബൈ pH ഓഫ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/2 ഇൻറ്റു pKa എന്നാണ്. ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ കിട്ടുന്നത് pKa എന്നാണ്. pKa ക്യാൻസൽ ചെയ്താൽ pH ഓഫ് എ ഡിവൈഡഡ് ബൈ pH ഓഫ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. റേഷ്യോ ആയിട്ട് എഴുതുകയാണെങ്കിൽ 1:2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 1:2 അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. 1:2 ഉണ്ട്. ഓപ്ഷൻ നമ്പർ 1 തന്നെ 1:2 എന്നാണ് തന്നിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 1:2. ഇവിടെ 2 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉള്ള സൊല്യൂഷൻസ് തമ്മിൽ മിക്സ് ചെയ്താൽ ഉണ്ടാകുന്ന pHൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആ മിക്സ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യത്തെ കേസിൽ എന്തായാലും ബഫർ ഒന്നും ഉണ്ടാകില്ല. കാരണം സ്ട്രോങ് ആസിഡാണ്. സ്ട്രോങ് ആസിഡും സോൾട്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബഫർ ഒരിക്കലും കിട്ടത്തില്ല. ഒന്നെങ്കിൽ വീക്ക് ആസിഡും സോൾട്ടും തമ്മിൽ മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ വീക്ക് ബേസും സോൾട്ടും കൂടെ മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവിടെ ബഫറുകൾ ഫോം ചെയ്യും. ഇവിടെ മിക്സ് ചെയ്തിരിക്കുന്നത് ഒരു സോൾട്ടും സ്ട്രോങ് ആസിഡുമാണ്. സോൾട്ടും സ്ട്രോങ് ആസിഡും തമ്മിൽ മിക്സ് ചെയ്താൽ ബഫർ ഉണ്ടാകില്ല. അപ്പോൾ അവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വീക്ക് ആസിഡ് ഉണ്ടാകുമെന്ന്. പിന്നെ ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ടാണ്, അതിനെ നമുക്ക് മാറ്റിക്കളയാം. പിന്നെ ആ വീക്ക് ആസിഡിൻ്റെ കേസിൽ pH കണ്ടുപിടിക്കാനുള്ള കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് C ആൽഫ എന്നും pHൻ്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതി സോൾവ് ചെയ്ത് നമുക്കൊരു ഫോർമാറ്റിലേക്ക് എത്തിക്കാൻ പറ്റണം. അതുപോലെ തന്നെ സൊല്യൂഷൻ ബിക്കകത്ത് തന്നിരിക്കുന്നതിൽ വീക്ക് ആസിഡും സോൾട്ടും കൂടെ മിക്സ് ചെയ്താൽ വീക്ക് ആസിഡും സോൾട്ടും മിക്സ് ചെയ്താൽ അതൊരു ബഫറായിട്ട് ആക്ട് ചെയ്യും. അഥവാ അസിഡിക് ബഫറാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ
ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ബഫർ ഉണ്ടാകണമെങ്കിൽ ഒന്നെങ്കിൽ വീക്ക് ആസിഡ് സോൾട്ട് കോമ്പിനേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ വീക്ക് ബേസ് സോൾട്ട് കോമ്പിനേഷൻ ആയിരിക്കണം. സ്ട്രോങ് ആസിഡ് സോൾട്ട് മിക്സ് ചെയ്താലോ സ്ട്രോങ് ബേസ് സോൾട്ട് മിക്സ് ചെയ്താലോ ഒന്നും നമുക്ക് ബഫറുകൾ കിട്ടില്ല. ബഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ വീക്ക് ആസിഡ് അല്ലെങ്കിൽ അതിൻ്റെ സോൾട്ട്, അല്ലെങ്കിൽ വീക്ക് ബേസ് അതിൻ്റെ സോൾട്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബഫർ കിട്ടൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം. ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണം ഈ ക്വസ്റ്റൻ നമ്മൾ സോൾവ് ചെയ്യാൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 1:2 എന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റൻ 29. ഓക്കെ, നമ്മൾ വീണ്ടും ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ 1-2 ക്വസ്റ്റൻസ് കൂടെ നമുക്ക് ചെയ്യാം. അതിനുള്ള സമയമുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ആ ക്വസ്റ്റനോടൊക്കെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന ഒരു റിയാക്ഷനാണ് തന്നിരിക്കുന്നത്, ഒരു സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് പി ഈസ് ദ എബവ് റിയാക്ഷൻ എന്നാണ് ചോദ്യം. അതായത് ഈ പി ആരുണ്ടാകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഹാലോ ആൽക്കെയിൻസ് ഹാലോ അറൈൻസിലൊക്കെ നമ്മൾ ഈ മോഡൽ ആൾക്കാരെ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഹൈഡ്രോ കാർബണിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹൈഡ്രോ കാർബൺ ബേസ്ഡ് ക്വസ്റ്റൻ ആണ്, ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ ഹൈഡ്രോ കാർബൺ ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അവിടെ നമുക്ക് CH3Br ആണ് ആദ്യം തന്നിരിക്കുന്ന സ്റ്റാർട്ടിങ് റിയേജൻറ്റ്. CH3Br ആണ് നമ്മുടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നതാണ്. ഇതിനെ നമ്മൾ മഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഈതറിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. മഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഈതർ ഉണ്ട്, കാരണം വാട്ടർ ഇല്ല. അപ്പോൾ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ ഗ്രിഗ്നാർഡ് റിയേജൻ്റെ ഫോർമേഷൻ നടക്കില്ല. അപ്പോൾ മഗ്നീഷ്യം ഉപയോഗിച്ച് ഈതറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റൽ കാർബൺ ഡയറക്റ്റ് ബോണ്ട് ഉണ്ടെങ്കിൽ അതിനെ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്ന് വിളിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് CH3MgBr എന്ന് പറയുന്ന മെറ്റൽ കാർബൺ ബോണ്ടുള്ള ഒരു ഗ്രിഗ്നാർഡ് റിയേജൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ്. ഇൻ പ്രസൻസ് ഓഫ് വാട്ടറിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് നമ്മൾ വാട്ടറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. വാട്ടറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു കാർബോക്സിലിക് ആസിഡായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അത് CH3COH അല്ലേ കിട്ടുക. CH3COOH എന്ന് പറയുന്ന നമ്മുടെ കാർബോക്സിലിക് ആസിഡ് അല്ലെ, CH3COH എന്ന് പറയുന്ന ആസിഡ് അവിടെ ഫോം ചെയ്യും. ഇനി അത് ആസിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആൽക്കഹോൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ആസിഡ് ആൽക്കഹോൾ എസ്റ്റർ ഫോർമേഷൻ എന്തായാലും നടക്കണം. CH3OH ആണ്. CH3OH ആൽക്കഹോളാണ്. ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ഉണ്ട്, ഹീറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു എസ്റ്ററാണ് ഫോം ചെയ്യുക. അവിടെ എസ്റ്റർ ഫോം ചെയ്യുന്നത് CH3COOCH3 എന്ന് പറയുന്ന എസ്റ്റർ അവിടെ പ്രോഡക്റ്റായിട്ട് കിട്ടും. CH3COOCH3 എന്ന് പറയുന്ന എസ്റ്റർ ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ പേരെന്താ പറയുക, മെത്തോക്സി എത്തനോയേറ്റ് അല്ലേ, മെത്തോക്സി എത്തനോയേറ്റ് വരും അല്ലേ. മെത്തോക്സി എത്തനോയേറ്റ് 1,2 എത്തനോയേറ്റ് ആണ് നമുക്ക് ഫൈനലി പി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. നമ്മുടെ പി എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് മെത്തോക്സി എത്തനോയേറ്റ് ആണ്, അല്ലെങ്കിൽ മീഥൈൽ എത്തനോയേറ്റ് അല്ലേ. മീഥൈൽ എത്തനോയേറ്റ് എന്ന് വിളിക്കാം, മെത്തോക്സി എന്ന് വിളിക്കേണ്ട കാര്യമില്ല. മീഥൈൽ എത്തനോയേറ്റ്. ഓക്കെ, മീഥൈൽ എത്തനോയേറ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1, മീഥൈൽ എത്തനോയേറ്റ്. Okay, yes, P methyl ethanoate. Next one. Among the following compounds, one that is most reactive towards electrophilic nitration is എന്നാണ് ചോദ്യം. ഇലക്ട്രോഫിലിക് അറ്റാക്കിനെ ഫേവർ ചെയ്യുന്ന ഈ തന്നിരിക്കുന്ന ആളുടെ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ബെൻസോയിക് ആസിഡ് ആണ് തന്നിരിക്കുന്നത്, COOH ബെൻസോയിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്തത് നൈട്രോബെൻസീൻ ആണ്. നൈട്രോബെൻസീൻ. ഓക്കെ, അടുത്തത് ടൊളുവീൻ ആണ്. ടൊളുവീൻ എന്ന് പറയുമ്പോൾ CH3 വരും, ടൊളുവീൻ. അടുത്തത് ബെൻസീനും വരുന്നുണ്ട്. ഓക്കെ, നൈട്രോ ബെൻസീൻ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇലക്ട്രോഫിലിക് റിയാക്ഷൻ ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്ന ആരാണെന്നാണ് ചോദ്യം. ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. റിങ്ങിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രോഫൈലിൻ്റെ അറ്റാക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സംഭവിക്കും അല്ലേ. റിങ്ങിലെ ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഇലക്ട്രോഫിലിക് അറ്റാക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സംഭവിക്കാം. ഇതിനകത്ത് ഇലക്ട്രോണിനെ റിങ്ങിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു CH3 ഗ്രൂപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു +R ഗ്രൂപ്പാണ്. അവർ ഇലക്ട്രോൺ ഡെൻസിറ്റി അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നവരാണ്. ഇവരൊക്കെ ഇലക്ട്രോണെ അങ്ങോട്ടേക്ക് വിഡ്രോ ചെയ്യുന്ന ആളാണ്. നോട്ട് ഗ്രൂപ്പൊക്കെ ഒരു പരിധി വരെ ഇലക്ട്രോണെ ഇവിടുന്ന് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇലക്ട്രോണെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബെൻസിൻ റിങ്ങിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്, പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരാണ്. ഇവരുടെയൊക്കെ പ്രസൻസിൽ ഈ ബെൻസിൻ റിങ്ങിൽ പോസിറ്റീവ് ചാർജുകളാണ് ഓർത്തോ പാര പൊസിഷൻസിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഫൈൽ ഈ പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്, കാരണം അവർ തമ്മിൽ റിപ്പൽ ചെയ്യും. അതേസമയം ഇവിടെ ആകുമ്പോൾ ഓർത്തോ പാര പൊസിഷൻ നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഇലക്ട്രോഫൈലുകൾ മൂവ് ചെയ്യാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇവിടെ പ്രത്യേകിച്ച് +R ഗ്രൂപ്പോ -R ഗ്രൂപ്പോ ഒന്നും തന്നെ ഇല്ല.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോഫിലിക് അറ്റാക്കിനെ ഫേവർ ചെയ്യുന്നത് ടൊളുവീനാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3 നമുക്ക് എടുക്കാം. ടൊളുവീൻ ഈസ് എ ആൻസർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ടൊളുവീൻ. അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് എക്സിബിറ്റഡ് ബൈ എന്നാണ് ചോദ്യം. 1 പെൻറ്റീൻ ഉണ്ട്, 2 പെൻറ്റീൻ ഉണ്ട്, 2 ക്ലോറോ 2 പെൻറ്റീൻ ഉണ്ട്, 3 മീഥൈൽ 2 പെൻറ്റീൻ ഉണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, എന്നിട്ട് നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസിലേക്കും അതിൻ്റെ കണ്ടീഷൻസിലേക്കൊക്കെ വരാം. ആദ്യത്തേത് 1 പെൻറ്റീൻ ആണ്. 1 പെൻറ്റീൻ എന്ന് പറയുമ്പം CH2 ഡബിൾ ബോണ്ട് CH3 എന്ന് പറയും. ഇതാണ് 1 പെൻറ്റീൻ. അടുത്തത് 2 പെൻറ്റീൻ ആണ്. 2 പെൻറ്റീൻ എന്ന് പറയുമ്പം CH3 ഡബിൾ ബോണ്ട് CH2 CH3 എന്ന് പറയും. ഇതാണ് 2 പെൻറ്റീൻ. 1 2 3 4 5 ഓക്കെ, 2 പെൻറ്റീൻ. അടുത്ത 2 ക്ലോറോ 2 പെൻറ്റീൻ ആണ്. 2 ക്ലോറോ 2 പെൻറ്റീൻ എന്ന് പറയുമ്പം CH3 Cl ഡബിൾ ബോണ്ട് CH2 CH3 എന്ന് വരും. ഇത് 2 ക്ലോറോ 2 പെൻറ്റീൻ ആണ്. 2 ക്ലോറോ 2 പെൻറ്റീൻ. ഇത് ഫസ്റ്റ് വൺ, ഇത് നമ്മുടെ സെക്കൻഡ് വണ്, ഇത് നമ്മുടെ തേർഡ് വൺ. അടുത്ത 3 മീഥൈൽ 2 പെൻറ്റീൻ ആണ്. 3 മീഥൈൽ 2 പെൻറ്റീൻ എന്ന് പറയുമ്പോൾ CH3 ഡബിൾ ബോണ്ട് CH3 CH2 CH3 അല്ലേ. 3 മീഥൈൽ 2 പെൻറ്റീൻ. ഓക്കെ, 3 മീഥൈൽ 2 പെൻറ്റീൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർത്ത് വൺ. ഇതിനകത്ത് ആരൊക്കെയാണ് ജോമെട്രിക്കൽ ഐസോമറിസം തരിക എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഒന്നാമത്തെ കേസ് കോമ്പൗണ്ട് റിജിഡ് ആയിരിക്കണം. റിജിഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളിലാണ് നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസം പറയാൻ പറ്റുക. റിജിഡിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അതിനകത്ത് മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഉണ്ടാകുക എന്നതാണ്. ഇല്ലെങ്കിൽ പിന്നെ സൈക്ലിക് ആകുക. അപ്പോൾ മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിജിഡ് ആകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് വണ്ണിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ അത് റിജിഡാണ്. സെക്കൻഡ് വണ്ണിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്, അടുത്ത എല്ലാത്തിനകത്തും ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. ഈ തന്നിരിക്കുന്ന 4 പേരുടെ ഉള്ളിൽ മൾട്ടിപ്പിൾ ബോണ്ടുകളുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോമ്പൗണ്ടുകൾ റിജിഡ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഇവരെല്ലാം ഒബേ ചെയ്തിട്ടുണ്ട്, എല്ലാവരും റിജിഡാണ്. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെ എൻഡിൽ കിടക്കുന്ന ആറ്റങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്ത സ്പീഷീസുകൾ ഡിഫറൻ്റ് ആയിരിക്കണം. മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെ ഓരോ എൻഡിലും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിൻ്റെ എൻഡിൽ കിടക്കുന്ന കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വണ്ടി നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഡബിൾ ബോണ്ടൊക്കെ ഉണ്ട്, ഇതല്ലേ ഡബിൾ ബോണ്ടൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലെഫ്റ്റ് എൻഡിൽ കിടക്കുന്ന കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 പേര് സിമിലർ ഹൈഡ്രജനാണ്. അത് പറ്റില്ല, സിമിലർ ഹൈഡ്രജൻ വരാൻ പറ്റില്ല. സിമിലർ സ്പീഷീസുകൾ ഈ എൻഡിൽ കിടക്കുന്ന കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റിൽ കിടക്കുന്ന കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന 2 പേരും സെയിം ടൈപ്പ് ഹൈഡ്രജനാണ്. അത് പറ്റില്ല. റൈറ്റിൽ ഓക്കെയാണ്, ഒരു ഹൈഡ്രജനും ബാക്കി ഒരു ഹൈഡ്രോ കാർബൺ ചെയിനുമാണ് പോകുന്നത്, റൈറ്റ് ഓക്കെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ലെഫ്റ്റിലെ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന 2 പേരും സിമിലർ ഹൈഡ്രജനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജോമെട്രിക് ഐസോമറിസം കാണാനുള്ള ഒരു സാധ്യതയും ഇല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, അത് ഓക്കെയാണ്. ഇനി ഈ ലെഫ്റ്റിലെ കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന 2 പേര് ഡിഫറൻറ്റാണ്. കാരണം ഒരെണ്ണം ഹൈഡ്രജൻ, ഒരെണ്ണം CH3. നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, CH3യും അതുപോലെ തന്നെ ഇങ്ങനെ ഹൈഡ്രജൻ എഴുതിക്കൂടെ, യെസ് ഹൈഡ്രജൻ എഴുതാം. അതേപോലെ തന്നെ 2 പേരും ഡിഫറൻ്റ് ആണ്, ഒരു CH3 ഒരു ഹൈഡ്രജൻ. അതുപോലെ റൈറ്റിലെ കാർബണിലേക്കും ഡബിൾ ബോണ്ടിൻ്റെ റൈറ്റിൽ കിടക്കുന്ന കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന 2 പേരും ഡിഫറൻ്റ് ആണ്. ഒരെണ്ണം ഹൈഡ്രജൻ, ആ ഹൈഡ്രജനെ വേണമെങ്കിൽ എനിക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ ഹൈഡ്രജൻ എഴുതാം, ഹൈഡ്രജനുണ്ട്. അതുപോലെ തന്നെ ബാക്കി CH2 CH3 ഉണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ 2 ഹൈഡ്രജൻ സെയിം സൈഡിൽ വന്നതിന് നമുക്ക് സിസ് ഐസോമർ എഴുതാം, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ട്രാൻസ് ഐസോമർ എഴുതാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ജോമെട്രിക് ഐസോമറിസം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ ജോമെട്രിക് ഐസോമറിസം വാലിഡ് ആണ്. ഓക്കെ, നമുക്ക് അതിന് അടുത്ത ഓപ്ഷനിലേക്ക് വരാം. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇതല്ലേ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിന് എൻഡിൽ കിടക്കുന്ന ആറ്റങ്ങളെ നോക്കാം. ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 പേരും ഡിഫറൻ്റ് ആണ്, ഒരെണ്ണം CH3 ഒരെണ്ണം ക്ലോറിനും, അത് ഓക്കെയാണ്. റൈറ്റിലെ കാർബൺ നിങ്ങൾ നോക്കിയാൽ റൈറ്റിലെ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാർ 2 പേരും ഡിഫറൻ്റ് ആണ്, ഒരെണ്ണം ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ തന്നെ മറ്റൊരെണ്ണം CH2 CH3 ഗ്രൂപ്പാണ്, 2 പേരും ഡിഫറൻ്റ് ആണ്, മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്, റിജിഡ് ആണ്. അപ്പോൾ കോമ്പൗണ്ട് ഓക്കെയാണ്, അതിൻ്റെ ജോമെട്രിക് ഐസോമറിസം വാലിഡ് ആണ്, ജോമെട്രിക് ഐസോമറിസം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഫോർത്ത് വണ്ണിലേക്ക് വാ. ഫോർത്ത് വണ്ണിലും ഡബിൾ ബോണ്ട് ഉണ്ട്, ഇതല്ലേ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇനി ലെഫ്റ്റിൽ കിടക്കുന്ന കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 പേരും ഡിഫറൻ്റ് ആണ്, കാരണം ഒരെണ്ണം CH3 ആണ്, അതുപോലെ തന്നെ മറ്റൊരെണ്ണം ഹൈഡ്രജൻ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇതല്ലേ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 പേരും ഈ ലെഫ്റ്റിലെ കാർബണിൽ 2 പേരും ഡിഫറൻ്റ് ആണ്, ഒരെണ്ണം CH3 ഒരെണ്ണം ഹൈഡ്രജൻ. റൈറ്റിലെ കാർബണിലും അങ്ങനെ തന്നെയാണ്, 2 പേരും ഡിഫറൻ്റ് ആണ്, ഒരെണ്ണം CH2 CH3 അഥവാ C2H5 എന്ന് പറയുന്ന ഗ്രൂപ്പും പിന്നെ CH3 എന്ന് പറയുന്ന ഗ്രൂപ്പും ഡിഫറൻറ്റ് സ്പീഷീസുകൾ തന്നെയാണ്. അവിടെയും ജോമെട്രിക് ഐസോമറിസിൻ്റെ കണ്ടീഷൻസ് ഒബേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിജിഡ് ആവുക,
അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെ എൻഡുകളിൽ കിടക്കുന്ന കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഡിഫറൻ്റ് ആകുക എന്നതാണ് ജോമെട്രിക്കൽ ഐസോമെറിസത്തിൻ്റെ കണ്ടീഷൻ വരിക. അപ്പോൾ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമേ, ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ തന്നെന്ന് വിചാരിച്ചു, ഇങ്ങനെ ഇവിടെ C ഡബിൾ ബോണ്ട് C ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ജോമെട്രിക്കൽ ഐസോമെറിസം വാലിഡ് ആണ്, കാരണം കോമ്പൗണ്ട് റിജിഡ് ആകുക. ഈ ലെഫ്റ്റിലെ കാർബണിലുള്ള രണ്ടുപേരും ഡിഫറൻ്റ് ആയിരിക്കണം, റൈറ്റിലെ കാർബണിലുള്ള രണ്ടുപേരും ഡിഫറൻ്റ് ആയിരിക്കണം. ഇത് മൊത്തത്തിൽ ഡിഫറൻ്റ് ആകണം അങ്ങനെ ഒരു കണ്ടീഷൻ ഒന്നുമില്ല. ലെഫ്റ്റിലെ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ടുപേരും ഡിഫറൻ്റ് ആയിരിക്കണം, റൈറ്റിലെ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ടുപേരും ഡിഫറൻ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഡിഫറൻറ്റ്, ഇവിടെ പിന്നെ വേറെ രണ്ട് ഡിഫറൻ്റ് ആൾക്കാർ വരണമെന്നോ അങ്ങനെ കണ്ടീഷൻ ഒന്നുമില്ല. ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ടുപേരും ഡിഫറൻ്റ് ആയിരിക്കണം, ഈ സെയിം കാർബണിലേക്ക് അറ്റാച്ച് ചെയ്ത രണ്ടുപേരും ഡിഫറൻ്റ് ആയാൽ മാത്രം മതി. ഇവിടെ കിടക്കുന്ന അതേ ആൾക്കാർ തന്നെ അപ്പുറം വന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്ന ആൾക്കാരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2, 3, 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4, 2, 3 and 4. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് ഇൻ ബ്യൂട്ട് 1 in 3 അയൻ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് സ്ട്രക്ചർ എഴുതാന്നുള്ളതേ ഉള്ളൂ. ബ്യൂട്ടാണ്. അപ്പോൾ 1, 2, 3, 4. ബ്യൂട്ട് 1 ആണ്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും. ബ്യൂട്ട് 1 in 3 yn ആണ്, 3 അല്ലേ. ഇതാണ് വന്നിരിക്കുക. ബ്യൂട്ട് 1 in 3 yn വരും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് CH2 ഉണ്ട്, ഇവിടെ CH2 ഉണ്ട്. ഈ കാർബണിൻ്റെ അല്ലല്ലോ, ഇതിനകത്തൊരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ. ബ്യൂട്ട് 1 in ഇത് 3l അല്ല കിടക്കുന്നത്, yn. ഇത് ഇവിടെയാണ് വരേണ്ടത്, ഇവിടെയാണ്. ഇതല്ലേ ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ, ഇത് ഫോർത്ത് കാർബൺ. ബ്യൂട്ട് 1 in 3l ആണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാർബണിൽ ഇനി ഒരു ഹൈഡ്രജൻ കൂടെയുണ്ട്. ഈ കാർബണിൻ്റെ 4 വാലൻസി ഓക്കെയാണ്. ഇതിനകത്ത് ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടെയുണ്ട്. ഇതിനകത്ത് എത്ര സിഗ്മ ബോണ്ട് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സിഗ്മ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇത് സിഗ്മ ബോണ്ടാ, ഇത് സിഗ്മ ബോണ്ടാ, ഇതിൽ ഒരെണ്ണം സിഗ്മ ബോണ്ടാ, ഇത് സിഗ്മ ബോണ്ടാണ്, ഇത് സിഗ്മ ബോണ്ടാണ്, ഇതിൻ്റെ അകത്ത് ഒരെണ്ണം സിഗ്മ ബോണ്ടാണ്, ഇതും സിഗ്മ ബോണ്ടാണ്. അപ്പോൾ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. 7 സിഗ്മ ബോണ്ട് ഉണ്ട്. ഇനി പൈ ബോണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. ഇതിൻ്റെ അകത്ത് ഒരെണ്ണം പൈ ബോണ്ടാണ്, ഇതിനകത്ത് 2 പൈ ബോണ്ടും വരും, 2 പൈ ബോണ്ടും വരും. വേറെ പൈ ബോണ്ടൊന്നുമില്ല. അപ്പോൾ ടോട്ടൽ 3 പൈ ബോണ്ടുമാണ് വരിക. 7 സിഗ്മ ബോണ്ടും 3 പൈ ബോണ്ടുമാണ് ഇതിനകത്ത് പ്രസൻറ്റ് വരിക. 7 സിഗ്മ ആൻഡ് 3 പൈ ആണ് വരിക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, 7 സിഗ്മ ആൻഡ് 3 പൈ ബോണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 33. അറേഞ്ച് ദ ഫോളോയിങ് ആസിഡ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അസിഡിക് സ്ട്രെങ്ത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡാണ് തന്നിരിക്കുന്നത്. കാർബോക്സിലിക് ആസിഡ് H+നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലേറ്റ് ആനയോൺ ആയിട്ട് മാറും. കാർബോക്സിലേറ്റ് ആനയോണിൻ്റെ നെഗറ്റീവ് ചാർജിനെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വളരെ ഫാസ്റ്റായിട്ട് H+നെ റിലീസ് ചെയ്യുകയും അവരുടെ അസിഡിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പിക്കകത്ത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആരും തന്നെ ഇതിൻ്റെ അകത്തില്ല. ക്യൂവിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള ഫ്ലൂറിൻ തന്നിട്ടുണ്ട്. ക്യൂവിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഫ്ലൂറിൻ തന്നിട്ടുണ്ട്. ആറിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. എസ്സിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ 3 പേരുടെ ഉള്ളിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇലക്ട്രോണെ വിഡ്രോ ചെയ്യും. അഥവാ നെഗറ്റീവ് ചാർജ് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്തിട്ട് ആ സ്റ്റെബിലിറ്റി കൊടുക്കും. അതിനാൽ H+ റിലീസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇതിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കാർബോക്സിലേറ്റ് ഗ്രൂപ്പിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് എവിടെയാണോ അവിടെ നിന്നായിരിക്കും ഏറ്റവും ഫാസ്റ്റായിട്ട് H+ റിലീസ് ചെയ്യപ്പെടുകയും ആ നെഗറ്റീവ് ചാർജ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ 3 കേസുകളിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഫ്ലൂറിനുണ്ട്. അതിൽ തന്നെ ഈ COH ഗ്രൂപ്പിനോട് അഥവാ കാർബോക്സിലേറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കാർബോക്സിലേറ്റ് ആനിയോണിൽ അറ്റൈൻ ചെയ്യുന്ന നെഗറ്റീവ് ചാർജിനെ വിഡ്രോ ചെയ്തിട്ട് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത് വരുന്നത് ക്യൂവിനാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വളരെ ക്ലോസ് ടു COH ഗ്രൂപ്പ്. അത് കഴിഞ്ഞാൽ പിന്നീട് 6 വരിക. കാരണം ഇതിനേക്കാളും കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കൂടുതലാണ്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ പവർ കുറഞ്ഞു വരും എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ പിന്നീട് ഏറ്റവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത് കാണിക്കാൻ സാധ്യതയുള്ളത് 6. എസ്സിലേക്ക് വരുമ്പോൾ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വളരെ അകലെയാണ്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണെ വിഡ്രോ ചെയ്യാനുള്ള പവർ കുറഞ്ഞാണ് വരിക. അതുകൊണ്ട് തന്നെ അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കുറവുള്ളത് പിക്ക് ആയിരിക്കും. കാരണം അതിൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പേ ഇല്ല.
എസിൻ്റെ അകത്തൊക്കെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എങ്കിലും ഉണ്ട്, പക്ഷേ പിക്കകത്ത് അതുപോലും ഇല്ല. അതുകൊണ്ട് ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കുറവുള്ളത് പിയുടെ കേസിലായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അസിഡിക് സ്ട്രെങ്തിൻ്റെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആസിഡായിട്ട് കണക്ട് ചെയ്യുന്നത് ക്യൂ ആണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ആറാണ്, അത് കഴിഞ്ഞാൽ എസ് ആണ്, അത് കഴിഞ്ഞാൽ പി ആണ് വരിക. ക്യൂ, ആറ്, എസ്, പി ആണ് വരിക. സോ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ -I ഗ്രൂപ്പുകളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. എല്ലാ -I ഗ്രൂപ്പിൻ്റെയും പവർ ഒരേപോലെയല്ല. ചില -I ഗ്രൂപ്പുകൾ കുറച്ചും കൂടെ പവർഫുള്ളാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള -I ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിക് സ്ട്രെങ്ത് വളരെ വളരെ കൂടുതലായിരിക്കും. -I ഗ്രൂപ്പിൻ്റെ പവർ കുറയുന്നതിനനുസരിച്ച് കാർബോക്സിലിക് ആസിഡിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. ഒന്നാമത്തെ കേസ് അതാണ്. അതുപോലെ രണ്ടാമത്തെ കേസ്, -I ഗ്രൂപ്പ് എല്ലായിടത്തും തന്നിരിക്കുന്നത് സെയിം തന്നെയാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന -I ഗ്രൂപ്പ് എല്ലായിടത്തും ഉള്ളത് സെയിം ആൾ തന്നെയാണ്, ഫ്ലൂറിൻ തന്നെയാണ്, F- ഫ്ലൂറൈഡ് അയൺ തന്നെയാണ്. ഈ -I ഗ്രൂപ്പ് സെയിം ആണെങ്കിൽ കാർബോക്സിലേറ്റ് ആനിയോണോട് ഏറ്റവും ക്ലോസ് ആയിട്ട് ആ -I ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഏറ്റവും പെട്ടെന്ന് നെഗറ്റീവ് ചാർജ് വിഡ്രോ ചെയ്യപ്പെടുന്നതും ഏറ്റവും പെട്ടെന്ന് H+നെ റിലീസ് ചെയ്ത് ഏറ്റവും സ്ട്രോങ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച്, അഥവാ COH ഗ്രൂപ്പിൽ നിന്ന് ഡിസ്റ്റൻസ് അകലുന്നതിനനുസരിച്ച് കാർബോക്സിലിക് ആസിഡിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ചാപ്റ്ററിൽ നിന്നുമായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസ് വീതം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ഷിഫ്റ്റിലേക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നല്ല റാങ്കിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ആദ്യത്തെ തവണ നമുക്ക് എഴുതിയപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കാൻ നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിൽ സാധിക്കും. ഇനി ആദ്യത്തെ ഷിഫ്റ്റിനേക്കാളും ഒരു ബെറ്റർ പെർഫോമൻസ് സെക്കൻഡ് ഷിഫ്റ്റിൽ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാ വിഷസും അഡ്വാൻസ് ആയിട്ട് നേരെയാണ്. നല്ല മാർക്കുകൾ വരുന്ന ഷിഫ്റ്റിൽ കിട്ടട്ടെ, വരുന്ന എക്സാമിൽ കിട്ടട്ടെ, നല്ല റാങ്കുകൾ കിട്ടട്ടെ, നല്ല അഡ്മിഷൻസ് കിട്ടട്ടെ, അങ്ങനെ രക്ഷപ്പെടട്ടെ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ പറ്റില്ല. ഒത്തിരി സന്തോഷം. നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എല്ലാ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതുകൊണ്ട് എല്ലാം ഭയങ്കര ടഫായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നെഗ്ലക്റ്റ് ചെയ്ത് പോകരുത്. കാരണം അത്തരം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മളെ മാർക്ക് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഷൻ ഇതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's